അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാഥുസ് സമാവാതി വൽ അർള്. സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. സമാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ ഫൈസി അവർകളെ, ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി, ബഹുമാനപ്പെട്ട നാസിർ മഷൂർ തങ്ങൾ, ബഹുമാനപ്പെട്ട വലീബ് തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ ഇനി ആശംസാ പ്രസംഗകരായി നമ്മുടെ മുമ്പിലുള്ള നേരത്തെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസൽ ഇപ്പൺ, ഹംസ ബാക്കവി, KTP അബ്ദുറഹ്മാൻ സാഹിബ്, ഇബ്രാഹിം കുന്നിൽ, ഷറഫുദ്ദീൻ കണ്ണേത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലും സദസ്സിലുമൊക്കെയായി അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട ഈ മനോഹരമായ സദസ്സിൽ ഒത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഞാനും മനസ്സിലാക്കുന്നു, സമയം അല്പം വൈകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ നിമിഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. വലിയ ഒരു വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാപീഠത്തെ നെഞ്ചേറ്റാൻ ആവശ്യമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായ സാഹചര്യത്തിൽ അതിനുവേണ്ടി സംഘടിച്ച് നമ്മൾ നാളെ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായി മാറുന്ന ഒരു സംവിധാനത്തിന്റെ ചെറിയ ആലോചനാ യോഗത്തിനാണുള്ളത്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ഓതിവെച്ച പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്, വമാ ലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹ്, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല? ആകാശഭൂമികളുടെ മുഴുവൻ അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബ് നമ്മളെ ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. അത് പറയാനാണ് ഞാൻ ആയത്ത് ഉപയോഗിച്ചത്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വ ഖാതൽ. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് മക്ക ഫത്ഹായ സന്ദർഭം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുണ്യ സ്വഹാബത്തും പരിശുദ്ധ മക്കയിൽ നിന്നും പീഡനങ്ങളും അതുപോലെ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിശുദ്ധ മദീനയിലേക്ക് നീങ്ങുകയും ലോകത്തിന് തന്നെ മാതൃകയായ ഇസ്ലാമിക രാജ്യമോടെ കെട്ടിപ്പടുത്തതിന്റെ ശേഷം തിരിച്ച് മക്കയിലേക്ക് അധികാരത്തിന്റെ ചെങ്കോലുമായി കടന്നു വന്നുകൊണ്ട് മക്ക ഫതഹാക്കി പരിശുദ്ധ ദീനിന് മക്ക കീഴ്പ്പെടുകയും ചെയ്ത ലോക ചരിത്രകാരന്മാർ വളരെ മനോഹരമായി രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞ ലോകത്തെ പ്രമുഖ ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ച വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടന്നുവരവ് നോ ഹൗസ് വാസ് റോബ്ഡ്, നോ വിമൻ ഇൻസൾട്ടഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഗത്ഭമായ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരു പെണ്ണിന്റെ മാനവും കവരാതെ. അതായിരുന്നു, അതൊരു കടന്നുവരവാണ്. ഇറ്റ് വാസ് എൻഡേഡ് മുഹമ്മദ് ഇൻ ഹിസ് നേറ്റീവ് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാചകം പറയുന്നത് ഒരു കടന്നുവരവ് തന്നെയായിരുന്നു. ആ കടന്നുവരവിന്റെ പശ്ചാത്തലം ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. അവിടുന്ന് ശേഷമുള്ള ഇസ്ലാമിന്റെ ചരിത്രവും അതിന്റെ മുമ്പുള്ള ചരിത്രവും നേരത്തെ ഹംസബാക്കവി സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിന്റെ വഴിത്തിരിവാണ്. അവിടെ അള്ളാഹു പറയുന്നു, മക്ക ഫതഹിന്റെ മുമ്പ് ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത ആളുകൾ ആരാണെങ്കിലും ശരി, അവർക്കാണ് ശേഷം ചെലവഴിച്ചവരെക്കാളും അള്ളാഹു പറയുന്നു, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹ്. മക്ക ഫതഹാകുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് ആര് ചെലവഴിച്ചോ അവർക്ക് ഒരിക്കലും തുല്യമാകില്ല. കാരണം എന്തുകൊണ്ട്? കാത്തല സമരം ചെയ്തവർക്ക് ആരും തുല്യമാകില്ല. നിങ്ങളിൽ ആരും, നമ്മളൊന്നും തുല്യമാകില്ല. നമ്മൾ ആരും തുല്യമാകില്ല. ഉലൈക അഅ്ലമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദ് വഖാതലു. ഉലൈക അഅ്ലമു ദറജ. മക്ക ഫതഹിന്റെ മുമ്പ് ദീനിന് വേണ്ടി പടവെട്ടിയവനും പണം കൊടുത്തവനും ദറജ കൂടുതലുള്ളവനാണ്. അവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ഉലൈക അഅ്ലമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദ് വഖാതലു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇത് അങ്ങനത്തെ ഒരു വഴിത്തിരിവ. ഈ സ്ഥാപനം വളർന്ന് പന്തലിച്ച് അവിടെ വലിയ ക്യാമ്പസ് ഒക്കെ വന്നതിന്റെ ശേഷം പിന്നെ അതിന്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ പണം കൊടുക്കും, ഉറപ്പാണ്. നമുക്കതിൽ പ്രതീക്ഷ.
അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ തീർച്ചയായും നെഞ്ചേറ്റും. എന്നാൽ ഇന്നതൊരു ശിശുവാണ്. വാഫി ക്യാമ്പസിന്റെ PG ക്യാമ്പസിന് തറക്കല്ലിട്ട് ഫസ്റ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. അവിടേക്ക് കുട്ടികൾ കടന്നു വരാനിരിക്കുന്നു. ആയിരക്കണക്കിന് കുട്ടികൾ കടന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം വേണം. 3,80,00,000 രൂപ ചെലവിൽ മനോഹരമായ ഒരു ഹോസ്റ്റൽ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാ അത്യാധുനിക സൗകര്യത്തോടെയും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വേണം. അള്ളാഹു അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. 15 ഏക്കർ തരാൻ ഒരു ബാപ്പു ഹാജി ഉണ്ടായെങ്കിൽ ആ ബാപ്പു ഹാജിയുടെ സ്വപ്നം പൂവണിക്കാൻ നമുക്ക് കഴിയണം. അതിന് സാധ്യമാകുന്ന തലത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹക്കീം വൈസി പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഒരു കഥ പറയാറുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കും. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് വന്നാലും ശരി ഗുണമുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. പണ്ടൊരു രാജാവിന്റെ മന്ത്രി ഉണ്ടായിരുന്നു അത്രേ. ആ മന്ത്രിയെ കുറിച്ച് ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് വന്നാലും ശരി, എന്ത് വന്നാലും പോസിറ്റീവായിട്ട് ചിന്തിക്കും. അതിൽ ഖൈറുണ്ട്, അതിലൊരു ഖൈറുണ്ട് അദ്ദേഹം പറയാം. എപ്പോഴും അദ്ദേഹം അങ്ങനെയാ പറയാം. രാജാവും മന്ത്രിയും കൂടി വേട്ടക്ക് പോയി വൈകുന്നേരം വരെ വേട്ടയാടി ഒരു ചുക്കും കിട്ടിയില്ല. രാജാവ് വളരെയധികം വലിയ ശാപവചനം ഉന്നയിച്ചു. രാജാവ് പറഞ്ഞു, ഇന്ന് എന്തൊരു വൃത്തികെട്ട ദിവസമാണ്, ഒന്നും കിട്ടിയില്ല, കുരുത്തം കെട്ട ദിവസമാണ്. മന്ത്രി പറഞ്ഞു, അങ്ങനെ പറയരുത്, ഒന്നും നമുക്ക് കിട്ടാത്തതിലും ഒരു ഖൈറുണ്ടാകും എന്ന് പറഞ്ഞു. നല്ലവണ്ണം ശ്രദ്ധിക്കണം. അത് രാജാവിന് മനസ്സിലെ പ്രയാസമായി. ഞാൻ ഇത്ര സമയം പള്ളിവേട്ട നടത്തിയിട്ട് ഞാൻ വേട്ട നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ല, അതിൽ ഖൈറുണ്ടാകുമെന്നാണ് അവൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവന്റെ ബുദ്ധിയും ശക്തിയും അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് ക്ഷമിച്ചു. അവർ തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് അബദ്ധവശാൽ രാജാവ് ഒരു കുഴിയിൽ വീഴേണ്ടി വന്നു. രാജാവിന് വീണ് പരിചയം കുറവായിരിക്കും. വീണതോടുകൂടി രാജാവിന്റെ വാരിയെല്ല് പൊട്ടി. രാജാവിനെ കുഴിയിൽ നിന്ന് കയറ്റി ഇരുത്തി വീശിക്കൊടുത്ത് മരുന്ന് വെച്ച് കെട്ടി രാജാവിനെ ചികിത്സിച്ചു. ഏതാണ്ട് വേദന മാറിയ സന്ദർഭത്തിൽ അവർ രണ്ടുപേരും നടക്കാൻ തുടങ്ങി. രാജാവ് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാണ്, ഇന്ന് ഗുരുത്തം കെട്ടിയ ദിവസമാണ്, എന്റെ എല്ലാണ് പൊട്ടിയത്, കണ്ടോ നീ? മന്ത്രി അപ്പോഴും പറഞ്ഞു പോസിറ്റീവായിട്ട്, രാജാവെ, എല്ല് പൊട്ടിയതിലും ഒരു ഖൈറുണ്ടാവും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവനാന്റെ എല്ല് പൊട്ടിയിൽ ഖൈറുണ്ടാവും എന്നൊക്കെ പറഞ്ഞാല് ലേശം കടന്ന കൈയാണല്ലോ. രാജാവിന് തീരെ പിടിച്ചില്ല. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തീരുമാനിച്ച് പോരുന്ന സമയത്ത് രാജാവ് മറ്റൊരു കുഴി കണ്ടപ്പോൾ ബോധപൂർവ്വം മന്ത്രിയെ അതിലേക്ക് ഉന്തിയിട്ടു. അവിടെ കിടന്നോ, ആയി ഖൈറുണ്ടാവുന്നു. ചിരിക്കാനായിട്ടില്ല, തിരക്ക് കൂട്ടരുത്. സബ്ർ വേണം, ക്ഷമ വേണം. അതാ നമുക്ക് തീരില്ല. നിങ്ങളിപ്പോ ചിരിച്ചാൽ എന്റെ ഗ്യാസ് പോയി. അങ്ങനെ രാജാവ് മുന്നോട്ട് വന്നു. രാജാവ് മുന്നോട്ട് നടക്കുകയാണ് കാട്ടിലൂടെ ഒറ്റയ്ക്ക്. രാജാവ് വരുമ്പോൾ സ്വാഭാവികമായും വഴിതെറ്റലൊക്കെ ഉണ്ടാവും. നേരത്തെ മന്ത്രി കൊണ്ടുപോയത് അപ്പൊ ഒറ്റക്ക് മടങ്ങുക. അങ്ങനെ എങ്ങനെയോ വഴിതെറ്റി രാജാവ് ഒരു ഗോത്രവർഗം താമസിക്കുന്ന പ്രദേശത്ത് കൂടെ ഗിരിവർഗത്തിന്റെ പ്രദേശത്ത് കടന്നെത്തി. അവിടെ അവർക്കൊരു വിശ്വാസമുണ്ട്, കൊല്ലത്തിൽ ഒരാളെ ദൈവത്തിന് ബലി കൊടുക്കേണ്ട ദിവസം ഇന്നാണ്. അതിന് നാട്ടിലിറങ്ങിയ ഒരാളെ പിടിച്ചുകൊണ്ടുവരണം. അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഇറങ്ങുന്ന സമയത്താണ് നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നത്. തെരഞ്ഞു പോകണ്ടല്ലോ, പിടിച്ചാൽ മതിയല്ലോ. അത് നല്ല ആകാര ശൗട്ടവുമുള്ള നല്ലൊരു മനുഷ്യൻ. രാജാവുമ്പോ കുറച്ചൊക്കെ മേനിക്കൊഴുപ്പൊക്കെ ഉണ്ടാവും. പിടിച്ചു കൊണ്ടുപോയി ബലിപീഠത്തിൽ കയറ്റി നിർത്തി അദ്ദേഹത്തെ ബലിയറുക്കാൻ അവർക്ക് ആയാസരഹിതമായ ഒരാളെ കിട്ടിയ സന്തോഷം. ബലി അറുക്കേണ്ട ആള് വന്നു. പൂജാരി പൂജ നടത്തി. പൂജാനന്തരം ഇദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടാനുള്ള സംവിധാനത്തിന് വേണ്ടി വാളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു കെട്ടുണ്ട്. അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു, മതാധ്യക്ഷൻ, മതത്തിന്റെ പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കേണ്ട ആളാ പൂജാരി, എന്താണ് ഇയാൾക്കൊരു കെട്ട്? അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ വീണു, എല്ല് പൊട്ടിയത് പറിച്ച് രാജാവ് പറയണം. ഈ കഴുത്ത് വെട്ടാൻ വന്ന ഈ ബലികർമ്മം നടത്തേണ്ട പ്രധാന പൂജാരി കോപ്പിച്ചു. ദൈവത്തിന് ബലി കൊടുക്കുമ്പോ പൂർണ്ണാകായനായ മനുഷ്യനെ വേണം, അഴിവ് പറ്റൂല, അദ്ഹ്യ തറക്കുന്ന പോലെ തന്നെയാ സംഗതി. ആ ഒരു ഒറ്റ എല്ല് പൊട്ടി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. വേറെ ആളെ കൊണ്ടുപോയി, അയാളെ പറ്റില്ല. പിന്നെ വെറുതെ കൊന്നിട്ട് കാര്യമില്ലല്ലോ, പ്രതികാര ബുദ്ധിയൊന്നുമില്ല. ബലിയർപ്പിക്കാൻ പറ്റാത്ത ആളാണ്, പിന്നെ കൊന്നിട്ട് കാര്യമില്ല, വിട്ടു. രാജാവ് പോകുമ്പോൾ ചിന്തിച്ചു, പടച്ച തമ്പുരാനെ, എന്റെ ആ എല്ല് പൊട്ടിയതിൽ ഖൈറുണ്ടല്ലോ. ആ എല്ല് പൊട്ടിയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ മന്ത്രി നല്ലവനാ, പോസിറ്റീവായി ചിന്തിക്കുന്ന മന്ത്രിയാൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, തിരിച്ചു നടന്നു കാട്ടിലേക്ക്. അവനെ കിട്ടണം. ആദ്യം അവനോട് മാപ്പ് പറയണം. അവനോട് മാപ്പ് പറയാൻ വേണ്ടി അവനെ തേടി വരുമ്പോ മന്ത്രിക്ക് വീണൊക്കെ പരിചയമുള്ള ആൾ, അയാൾക്ക് ഒന്നും പറ്റില്ല, അയാൾ കയറി ഇങ്ങനെ വരിക. രാജാവ് അവനോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു. നീ പറഞ്ഞു ഒക്കെ ശരിയാണ്, എന്തിനാണ് നിങ്ങൾ മാപ്പ് പറയുന്നതെന്ന് ചോദിച്ച മന്ത്രി. എന്റെ എല്ല് പൊട്ടിയതിൽ നീ ഖൈറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഖൈർ ഞാൻ അനുഭവിച്ചു. ആ എല്ല് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഭൂമിയിലില്ല. വലിയ ഖൈർ അതിലുണ്ട്. അതിനെന്തിനാ നിങ്ങൾ എന്നോട് മാപ്പ് പറയുന്നതെന്ന് ചോദിച്ചു.
ആ എല്ല് പൊട്ടിയതിനെ കുറിച്ച് നീ ആ പറഞ്ഞ വാചകം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്നെ കുഴിയിലിട്ടതിന് മാപ്പ് പറയണ്ട. ഞാനെങ്ങാനും കുഴിയിൽ വീണില്ല എങ്കിൽ നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാകും. എല്ലാം എന്തിലും കുഴപ്പമുണ്ടാവില്ല. എന്നെ പിടിച്ച് വെട്ടിയിട്ടുണ്ടാവും. കുഴിയിൽ വീണതിന് ഹൈറുണ്ട്, അതിനും ഹൈറുണ്ട്, എല്ലാത്തിനും ഹൈറുണ്ടാവും. പോസിറ്റീവായി ചിന്തിച്ചാൽ അങ്ങനെ. ഇനി ചിരിച്ചോളി വേണമെങ്കിൽ. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു, അതാണ് അജബൽ അംറിൽ മുഅ്മിൻ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുഅ്മിനീങ്ങളുടെ കാര്യം വളരെ അജബാണ്. പക്ഷെ അതിനെ മുഅ്മിനായി ജീവിക്കണം. ആ ഒരു വിശ്വാസം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനൊരു ബ്രേക്ക് വേണം. ഒരു ഫ്രെയിമിനുള്ളിൽ അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി ഷൈഇൻ ഹദ്ദുൻ, എല്ലാറ്റിനും ഒരു അതിരുണ്ടാവും. നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ അതിന്റെ അവസാനത്തെ പേജിൽ കോളം വരച്ചിട്ട് അതിന്റെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തന്നിലോഹരി എന്താണോ അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരു ക്യാമ്പസ്, ആ ക്യാമ്പസിന് ചുറ്റുമതിലുണ്ടാവും, വീടിന് ചുറ്റുമതിലുണ്ടാവും, അതിരുണ്ടാകും, എല്ലാം ഉണ്ടാവും, സർവേ കല്ലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഹുദൂദുൽ ഇസ്ലാം, ഇസ്ലാമിനുമുണ്ട് 4 അതിരുകൾ എന്ന് പരിശുദ്ധതയും പഠിപ്പിക്കുക. 4 അതിര് ഇസ്ലാമിനുമുണ്ട്. ഇസ്ലാമിന്റെ 4 അതിരുകൾ കൃത്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിക്കുന്നു. അൽ വറഉ വത്തവാദുഉ വശുക്റു വസ്സബ്റു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 അതിരുകൾക്കുള്ളിൽ ഇട്ടുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തണം. സൂക്ഷ്മത വേണം. സൂക്ഷ്മ ജീവിതം പ്രവാചക അധ്യാപനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും, പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാൻ കഴിയും. അപ്പൊ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് വറഉം അതുപോലെ തവാദും, വിനയം വേണം. ഭൗതിക വിദ്യാർത്ഥി അഹങ്കാരിയാകും പലപ്പോഴും. അവന്റെ മനസ്സിന്റെ അഹങ്കാരത്തിൽ നിന്നാണ് പലപ്പോഴും അവൻ സമുദായത്തെ ചോദ്യം ചെയ്യുന്നതും വലിയ മേഖലയിൽ വന്നിട്ടും ദീനിനെ ചോദ്യം ചെയ്യുന്നതും അതിലപ്പുറം നമ്മുടെ മാതാപിതാക്കളെ മാനിക്കാതിരിക്കുന്നതും. വിദ്യ ഒരു മനുഷ്യനെ അഹങ്കാരിയാക്കാതിരിക്കണമെങ്കിൽ തവാളുവിന്റെ പാഠം ഒപ്പം കൊടുക്കണം. അതുപോലെ ശുക്ർ വേണം, സബ്ർ വേണം. മാതാപിതാക്കളോട് നന്മയില്ലാത്തവൻ, സ്വന്തം മാതാപിതാക്കളോട് നന്മയില്ലാത്തവൻ, മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാഹ, പരിശുദ്ധതയും പഠിപ്പിച്ചു. ജനങ്ങളോട് ബാധ്യതയില്ലാത്തവൻ, ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തതാണ്. 3 കാര്യങ്ങളെ പടച്ചിറപ്പ് ഇണകളായിട്ടേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒന്നാണത്. ഇണകളായിട്ടേ സ്വീകരിക്കൂ. ഹദീസിൽ അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഒന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഖിമിസ് സ്വലാത്ത വ ആതു സക്കാ, സക്കാത്തും നിസ്കാരവും ഒരുമിച്ച് സ്വീകരിക്കൂ, ഒന്നില്ലാതെ ഒന്നും സ്വീകരിക്കൂല. സക്കാത്ത് കൊടുക്കാത്തോണ്ട് നിസ്കാരം പടച്ചിറപ്പ് സ്വീകരിക്കൂല, നിസ്കരിക്കാത്തോണ്ട് സക്കാത്തിനും ആവശ്യമില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞതാണ്. നമ്മൾ ഓർത്തു നോക്കണം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കണം, അതേപോലെ പരിശുദ്ധ പ്രവാചകനെ അനുസരിക്കണം. രണ്ടും ഒരുമിച്ച് വേണം, ഇണകളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കളെയും അനുസരിക്കുക. പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ അനുസരിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളെയും അനുസരിക്കണം തീർച്ചയായിട്ടും. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ ഇസ്ലാമിക പ്ലാറ്റ്ഫോമിലൂടെ വളരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഈ ഒരു അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ശരിക്കും ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ അവിടെ വളർത്തുക. ഇത് വിശാലമായി പറയേണ്ടതാ, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വളരെ പിടിച്ച് ചുരുക്കി പറയുകയാണ്. ആ ഒരു അവസ്ഥാവിശേഷം നമ്മൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വാഫിയിലൂടെ ശരിക്കും കാണുന്നുണ്ട്. കുട്ടികൾക്ക് ദിശാബോധം ലഭ്യമാകുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ശരിക്കൊരു അന്താരാഷ്ട്ര പദ്ധതി അനുസരിച്ച് നിങ്ങൾക്കറിയാം. ഈ സംവിധാനത്തെ നിങ്ങൾ വായിച്ചെടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനമായി SLCക്ക് ശേഷം ആഴത്തിലുള്ള പഠനമാണ് കൊടുക്കുന്നത്. റെഗുലർ സ്ട്രീമിൽ 2 വർഷം അവർക്ക് കൃത്യമായി +2 പഠനം കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് 4 വർഷമാണ് ഡിഗ്രി, പിന്നെ 2 വർഷം അവർക്ക് PG ആണ്. അറിയപ്പെടുന്ന ലോകത്തെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണിത്. നിങ്ങളൊരു കുട്ടിയെ കോളേജിൽ പഠിപ്പിച്ചാൽ അവന് ഡിഗ്രി കിട്ടും, PG കിട്ടും, ഒക്കെ ശരിയാണ്. അവന് ഡോക്ടറാക്കാൻ കഴിയും, എഞ്ചിനീയർ ആക്കാൻ കഴിയും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ ഒരു അവസ്ഥ നമ്മുടെ കുട്ടിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ശരിക്കും ദീനിയായ ബോധം ആ കുട്ടിക്ക് കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. അത് സാധിക്കുമ്പോഴേ നടക്കും. നമുക്കതിന് കഴിയും. കാരണം നമ്മൾ നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ പോസിറ്റീവായി, നമ്മൾ വലിയ ബുദ്ധി രാക്ഷസന്മാരായി, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായി. ഇന്നും അങ്ങനെ തന്നെ. ഇസ്ലാമിക ചരിത്രത്തിൽ പരിശോധിച്ചാൽ, ഇസ്ലാമിക ചരിത്രത്തിന്റെ പൂർവ്വക മഹാന്മാരായ പണ്ഡിതന്മാർക്ക് എഴുതി വെച്ച കിതാബുകളൊക്കെ പരിശോധിച്ചാൽ എന്താ അത്ഭുതമാണ്. ഇമാം നവവി തങ്ങളൊക്കെ രചനാ വൈഭവം നമ്മൾ നോക്കിയാൽ, ഇന്നൊക്കെയാണ് എത്ര വലിയ സാഹിത്യ പുരസ്കാരം കൊടുത്താലും മതിയാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.
അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തൊക്കെ ചൊല്ലിക്കോ, അത് നമുക്ക് ബാക്കി ഉണ്ടാവും. ഞാൻ ദീർഘിപ്പിക്കില്ല, കാരണം ദീർഘിപ്പിക്കാൻ സമയമില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അപാര ബുദ്ധിരാക്ഷസനാ. എന്നാൽ കിതാബ് ഓതി കൊടുക്കുക, അല്ലെങ്കിൽ ദീൻ പഠിക്കുക, ഖുർആൻ പറയാന്നുള്ളതല്ല. അരിത്മെറ്റിക്സ് ആണ് എല്ലാത്തിന്റെയും അടിത്തറ. കണക്കിൽ ശരിക്കും യോഗ്യ. അപ്പൊ മിക്കവാറും ആളുകൾക്ക് നല്ല മാർക്ക്, പക്ഷെ കണക്കിൽ മാർക്ക് കുറവായിരിക്കും. കണക്കിൽ മാർക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല ബുദ്ധി തന്നെ വേണം. അലി ഇബ്നു അബി ത്വാലിബ് എത്രത്തോളം അതിൽ അഗ്രേസനായിരുന്നു എന്നതിന്റെ തെളിവ് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. പൊതുവെ അദ്ദേഹം ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബദാഹത്തുലക്കിൽ അത്ഭുതമാണ്. ഒരു തമാശ കഥ വായിച്ചിട്ടുണ്ട് ചരിത്രത്തില്. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആലയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഒരു വേദിയിൽ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത്, ഇതുപോലത്തെ ഒരു വേദി സങ്കല്പിച്ചോളൂ. പക്ഷെ അന്ന് ഇങ്ങനത്തെ വേദി ഉണ്ടായിക്കൊള്ളുന്നില്ല. മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹഹു കൊണ്ട് കയറി വരികയാണ്. അപ്പോൾ ഉമർ അൽ ഫാറൂഖ് നമ്മൾ തമാശ പറഞ്ഞു, വലിയൊരുക്കുണ്ടാവും ഒരു തമാശ. അദ്ദേഹം പറഞ്ഞു, അലി ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ വന്നിരുന്നാൽ അലിയുൻ ബൈനനാക്കൻ നൂനി ഫീ ലന എന്ന് പറഞ്ഞു. അലി ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നാൽ ലെന എന്നുള്ളതിന് നൂന് ലെനാന്നൊന്ന് എഴുതി നോക്കി അതിന് മനസ്സിലൊന്ന് എഴുതാൻ നോക്കണം. ആദ്യം വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാ പ്രവർത്തിക്കണം. ലെനാന്നൊന്ന് എഴുതി നോക്കി. ലെനാന്ന് പറയുമ്പോൾ നൂനിങ്ങനെ ചെറുതും രണ്ട് വലിഫ് ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ രണ്ടാളും നല്ല ആ കായ വൈഭവമുള്ള രണ്ടാൾക്കാർ. അതിന്റെ നടുക്ക് ഒരു കുറിയ, അരുതാണ് കുറിയ മനുഷ്യൻ കളിയാക്കിയതാ. ഒരു കുറിയ മനുഷ്യൻ ഞങ്ങൾ ഇടയിൽ വന്നാൽ ലെനാന്ന് എഴുതിയില്ല നൂർക്കൻ നൂനി ഫീ ലന. നമ്മളത് കേട്ടാൽ എന്ത് ചെയ്യും? ഒരു സൈക്കിളും കൊണ്ട് ചിരിച്ച് നമ്മളിങ്ങനെ ഇരിക്കോടെ അങ്ങനെ ചെയ്യാം. നേരെ മറിച്ച് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ അപ്പൊ തന്നെ പ്രതികരിച്ചു, പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു. അത്രേ, ലൗലാ അന ലകുന്തുമാ ലാ, ഞാൻ നിങ്ങളുടെ ഇടയിലില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഉണ്ടാവൂല. നൂനാണ് പോയാൽ പിന്നെ ലാ എന്നാവും വായിക്കാൻ. അതൊരു നല്ല മറുപടിയാണ്, അതൊരു ബുദ്ധിയാണ്. അത് അദ്ദേഹത്തിന്റെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പൂർവികരുടെ ബുദ്ധി വൈഭവത്തെ കുറിച്ച്. ഞാൻ കണക്ക് സൂചിപ്പിക്കാം, നിങ്ങൾ സമയമില്ലെങ്കിൽ ഒന്ന് കണക്കൂട്ടിയൊക്കെ ഒന്ന് പ്രവർത്തിച്ചു. രണ്ടുപേരും യാത്ര പോയൊരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ. രണ്ടുപേരും യാത്ര പോയപ്പോൾ ഒരു സാധാരണ ഇതിൽ അറബികളൊക്കെ ഭക്ഷണമൊക്കെ കൂടെ കൊണ്ടുപോകും. വഴിക്ക് വെച്ച് ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഒരാൾ 5 റൊട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരാൾ 3 റൊട്ടി കൊണ്ട്, 5 3 8 റൊട്ടി ഉണ്ട്. പെട്ടെന്ന് കണക്കൂട്ടണം. ഒരു യാത്രക്കാരൻ 5 റൊട്ടി, മറ്റേ 3 റൊട്ടി കൊണ്ടുപോയി രണ്ടുപേരും വിരിച്ചിട്ട് മഫറുഷാത്തൊക്കെ വെച്ചിട്ട് അതിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പൊ മൂന്നാമതൊരാൾ വന്ന് മാന്യനാണ്. അയാളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇവര് ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോൾ വിളിച്ചിട്ട് താഴെ തന്നെ വിളിച്ചു. അങ്ങനെയാണ് അറബികളുടെ സ്വഭാവം. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ എന്താ വിളിക്കും. നമ്മൾ മലയാളികളാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കും, കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു വിളിച്ചു ഇരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, എങ്കിലും മാന്യനാ അദ്ദേഹം. അവർ വിളിച്ചപ്പോൾ ക്ഷണിച്ചിരുന്നു. അങ്ങനെ 5 3 8 റൊട്ടി തുല്യമായി പകുത്ത് 3 പേരും ഭക്ഷണം കഴിച്ചു. 3 പേരും ഭക്ഷണം കഴിച്ചു. ഇദ്ദേഹം ഒരു പ്രതിഫലം എന്ന രീതിയിലല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ, ഇദ്ദേഹം പണക്കാരനും മറ്റൊരു പോലും സാധാരണ കച്ചവടക്കാരും അല്ലേ, വലിയ പണക്കാരൊന്നും ഭക്ഷണം കൂടെ കൊണ്ടുപോലല്ലോ. അദ്ദേഹം ഇവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം കീശയിൽ നിന്ന് എടുത്തിട്ട് ഒരു പൈസ അവർ കൊടുത്തിട്ട് രണ്ടുപേരും എടുത്തോളൂ എന്ന് പറഞ്ഞു. രണ്ടുപേരും എടുത്തോളൂ എന്ന് ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അദ്ദേഹം അവരത് വാങ്ങി. കിട്ടിയതാണെങ്കിൽ 5 റൊട്ടി കൊണ്ടുവന്നവന്റെ കയ്യിലാണ് കിട്ടിയത്. നോക്കുമ്പോൾ ഒരു 8 ദിർഹമുണ്ട്. അയാൾ വളരെ മാന്യമായി 5 ദിർഹം അയാൾ എടുത്തു, 3 ദിർഹം മറ്റേ ആൾ കൊടുത്തു. ഇയാൾ പോവുകയും ചെയ്തു. അപ്പൊ ഈ 3 ദിർഹം ഇയാൾ പറഞ്ഞു ഇത് പറ്റൂല. അയാൾ നമ്മളോട് പറഞ്ഞത് ഇത് നിങ്ങൾ എടുത്തോളൂ. അപ്പൊ രണ്ടുപേർക്കും തുല്യമാകണം. എനിക്ക് 4, നിനക്ക് 4. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. തർക്കത്തോട് തർക്കം. ഇയാൾ മാന്യമായി പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 5 റൊട്ടി കൊണ്ടുവന്നു, 5 റൊട്ടിയുടെ പൈസ ഞാൻ എടുത്തു. 3 റൊട്ടി നീ കൊണ്ടുവന്നു, 3 റൊട്ടിയുടെ 3 ദിർഹം നിനക്കും, 5 റൊട്ടിയുടെ 5 ദിർഹം എനിക്ക്. മാന്യമായൊരു രീതി അയാൾ സ്വീകരിച്ചു. ഇതാണ് ശരി എന്ന് പറഞ്ഞു. മറ്റുള്ളവർ പറ്റില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഒന്നാമത് പറഞ്ഞ ആളതല്ലേ ശരി? ഒന്ന് പ്രതികരിക്കാരെങ്കിലും അതല്ലേ ശരി? ഉറപ്പല്ലേ? മാറുവോ? ഇല്ല. ആണ് ശരി. അങ്ങനെ അവസാനം ഈ പ്രശ്നം ഇവർ തമ്മിൽ വാശി കൂടിയപ്പോ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല മുമ്പിലെത്തി. അദ്ദേഹം വിഷയങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് നീതിപൂർവ്വം ഒരു വിധി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരെ കയ്യിൽ നിന്നും 8 ദിർഹം 5 3 തിരിച്ചു വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു പുതിയ വീതം വെക്കൽ. 3 ദിർഹം കിട്ടിയ ആള് 4 വേണമെന്ന് ചോദിച്ച സ്ഥാനത്ത് അയാൾക്ക് 1 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് അതിനെ അവകാശമുള്ളൂ. ഇയാളാകെ ബേജാറായി. സങ്കടഹർജി കൊടുത്തപ്പോ പരമസങ്കടാവാസായ. മറ്റേ ആൾക്ക് 5 മതി എന്നുള്ളിടത്ത് അയാൾക്ക് 7 ദിർഹമും കൊടുത്തു. ഇതാണ് നീതി എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. അലി റളിയല്ലാഹു തആല എപ്പോഴും അത് മനസ്സിലായി. അപ്പൊ ഇവരിങ്ങനെ അന്തം വിട്ട് നിന്നപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്ത ചരിത്രത്തിലുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും 5 3 8 റൊട്ടി കൊണ്ടുവന്ന് 3 പേര് കഴിച്ചു. തുല്യമായി കഴിച്ചാൽ 8 റൊട്ടി 3 ആയി വീഴ്ചാൽ 8 × 3 38 എത്രയേ പറയും? ഒന്നും പറഞ്ഞേക്ക് 24. ഓരോരുത്തരും 8 കഷ്ണം വീതം തിന്നു. അതല്ലേ ശരി? 3 ആള് 8 കഷ്ണം വീതം 24 കഷ്ണം. അപ്പൊ ഒന്നാമത്തെ ആൾ 5 റൊട്ടി കൊണ്ടുവന്നു. 5 റൊട്ടി 3 കഷ്ണമാക്കിയ 5 15. അയാൾ 8 റൊട്ടി മറ്റേ ആൾ അയാള് 8 റൊട്ടി തിന്നു. ബാക്കി എത്രയുണ്ട്?
7 റൊട്ടിയാണ് ധർമ്മം കൊടുത്തില്ലേ, അയാൾക്ക് 7 ദിർഹം കിട്ടണം. മറ്റേയാൾ 3 റൊട്ടിയെ കൊണ്ടുവന്ന് 3 റൊട്ടി 3 കഷ്ണമാക്കിയാൽ 3×3 = 9. അയാൾ 8 തിന്നു, എത്ര ധർമ്മം കൊടുത്തു? 1. അയാൾക്ക് 1 റുപ്യ കിട്ടിയാൽ മതി. മനസ്സിലായോ? നീ റൂമിൽ ചെന്ന് കണക്കുട്ടിക്ക് വേറെ പണിയൊന്നുണ്ടാവില്ല, TV ഒന്ന് ഓഫാക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബുദ്ധിശക്തി പ്രകടിപ്പിച്ച വലിയൊരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. ഈ ബുദ്ധിശക്തി നമ്മുടെ ലോകത്ത് പ്രകടിപ്പിച്ച പ്രഗത്ഭരായ ആളുകൾ. ഇബ്നുൽ ഹൈതമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, അർണാസയെ കുറിച്ച് പറഞ്ഞു, അവിസന്നെ കുറിച്ച് നമ്മൾ അവിസന്ന നീക്കൾക്ക് ഇബ്നു സീനയാണ്, അത് പാശ്ചാത്യത്തിൽ അവിസന്നയാക്കിയതാ. ഇബ്നു റുഷ്ദാണ് അവറോസ്. വൈദ്യശാസ്ത്രവും ഫിലോസഫിയും ഒക്കെ ഈ സമൂഹത്തിന് പഠിപ്പിച്ച ആളുകൾ. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജാബിർ ഇബ്നു ഹയ്യാനാണത്രേ വാറ്റുവിദ്യ ചെയ്തപ്പോ അദ്ദേഹം ആൽക്കഹോൾ കണ്ടുപിടിച്ചു. അദ്ദേഹം അതിന് കൊടുത്ത പേരാണ് അൽ ഗൗൽ. അൽ ഗൗൽ എന്ന അറബി പറഞ്ഞ ആൽക്കഹോൾ. അൽ ഗൗലിന് ശരിക്കുള്ള അർത്ഥം ഡിക്ഷണറി പറയുന്നത് പ്രേതം എന്നാണ്. ആൽക്കഹോൾ ചേർന്ന പദാർത്ഥം കഴിച്ചാൽ പ്രേതം പിടിപെട്ട പോലെ ഇരിക്കും. എത്ര മനോഹരമാണ് അതൊക്കെ ചിന്തിക്കുന്നത് നിങ്ങൾ. അത്ര വലിയ ബുദ്ധിനാക്ഷസന്മാരും ചിന്തകന്മാരും ജീവിച്ചൊരു സമൂഹത്തിന്റെ മക്കൾ അങ്ങോട്ട് തിരിച്ചു പോകണം. ഇടയ്ക്ക് ഇവിടെ നമുക്ക് പാളിച്ച പറ്റി, പ്രതിസന്ധികൾ കൊണ്ടാകാം. ആ പ്രതിസന്ധികൾക്കെതിരെ എഴുന്നു നിൽക്കുന്ന ഒരു സമൂഹമായി മാറാൻ നമുക്ക് വിദ്യ കൊണ്ട് മാത്രമേ കഴിയൂ, വേറൊന്നുകൊണ്ട് കഴിയില്ല. വിദ്യാഭ്യാസമാണ് അതിന്റെ കരുത്തും കാതലും. ഇപ്പോഴും നിങ്ങൾ നോക്കി, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ഞാനിവിടെ പറയുന്നത് നാളെ KMCC പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു സൂചന തരാം. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. സത്യത്തിൽ അതിന്റെ ബേസ് നമ്മൾ പഠിച്ചാൽ എത്ര മോശമായ കാര്യമാണ് പറയുന്നത്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ശരിക്ക് ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ മാത്രം ഞാനിപ്പോ പറയാം. ഒന്ന്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി എഴുതി വെച്ച് വെച്ചിട്ടാണ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി കാണിക്കാം. ഞാൻ ഇന്നലെ ബഹ്റൈനിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് നെറ്റിൽ നിന്ന് എടുത്ത് വെച്ച സാധനം ഇപ്പോഴും എന്റെ കയ്യിൽ. നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഇതാ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതാണ് സാധനം. ഇത് നിങ്ങൾക്ക് ആർക്കും നെറ്റിലടിച്ച ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭരണഘടനയുടെ 35 മുതൽ 51 വരെയുള്ള ഭാഗമാണ്. 31 മുതൽ 51 വരെയുള്ള ഭാഗം, 36 മുതൽ 51 വരെയുള്ള ഭാഗം. ഈ 36 മുതൽ 51 വരെയുള്ള ഭാഗത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന അതിപ്രധാനമായ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. കറക്റ്റാ? കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. ഒരു കോടതിയെ കൊണ്ടും ഇത് നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഒരു കോടതിയെ കൊണ്ടും അത് നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഏക സിവിൽ കോഡ് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് കോടതി പലവട്ടം ചോദിച്ചില്ലേ? തെറ്റാണ് ചെയ്തത്, ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഇതിൽ ഒന്നുകൂടി പറയുന്നു, ആർട്ടിക്കിൾ 37 പറയുന്നു, ദിസ് പ്രൊവിഷൻസ് കണ്ടെയ്ൻ ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട് ഷാൽ നോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. ഷാൽ നോട്ട് ബി എൻഫോഴ്സ്ഡ്. വണ്ടി ബ്ലോക്ക് ആക്കിയിട്ട ആളുകൾ പോലീസ് വരും. പോലീസ് വന്നിട്ടുണ്ടാവും, നോക്കണം ആരൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി നോക്കി ക്ലിയർ ചെയ്യണം. പറയുന്നുണ്ട്. ശരി. 12,690 പ്രാഡോ കാറ്, 4809 അതും പ്രാഡോ കാറ്. അതുകൂടാതെ 50,982, 24,438, 16,96, 52,920, 23,61 എന്നീ വണ്ടികൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പോലീസ് വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ എടുത്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. അവ ചുരുക്കത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കോടതി ഒരിക്കലും ആവശ്യപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഇനി ഇതിൽ തന്നെ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ വിശദീകരിച്ചു തരാം. ഇതിൽ തന്നെ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിനേക്കാൾ പ്രധാനമായി നടപ്പാക്കേണ്ട അടിയന്തര ഘടകം വേറെയാണ്. അടിയന്തര ഘടകം അതേ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന അതിപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്. ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്ത് ആർട്ടിക്കിൾ 25 ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട പില്ലറാണ് നമ്മുടെ രാജ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓരോരുത്തർക്കും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം. അത് ഹനിക്കാൻ പാടില്ല, അത് ഹനിക്കാൻ പാടില്ല. അത് ശരിക്കും ഇത് വെച്ച് വ്യാഖ്യാനിച്ചാൽ നമുക്ക് ശരിക്കും ബോധ്യവും. ആളുകൾ വണ്ടി നീക്കാൻ പോയതാണ്, അത് തിരിച്ചു വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാനത് വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാത്തത് ഒരുപാട് സമയം വേണ്ടി വരുമെന്നുകൊണ്ടാണ്. ഇത് ശരിക്കും ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റിനെ മറികടന്നുകൊണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പാക്കാൻ പാടില്ല. ഇതിന് ജനപിന്തുണ കിട്ടാനാണ് അവർ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനാണ് അവർ ശരിക്കും നിയമ കമ്മീഷനെ വെച്ചത്. കണ്ടോ, നിയമ കമ്മീഷന്റെ ചോദ്യാവലിയാണ്. നിയമ കമ്മീഷന്റെ ചോദ്യാവലി. ഈ ചോദ്യാവലിയിൽ ഏകദേശം 10-16 ചോദ്യങ്ങളുണ്ട്.
അത് വിശദീകരിക്കുമ്പോൾ അതിന്റെ കുൽസിത ബുദ്ധി മനസ്സിലാവും. പഠിക്കണം, ഓരോ വിഷയം വരുമ്പോൾ കൃത്യമായി പഠിക്കണം, പഠിക്കൽ പ്രധാനം. ഇവിടെ ഇവര് മുന്നോട്ട് വെക്കുന്ന മുത്തലാഖ, കാരണം അത് പറഞ്ഞ് സ്ത്രീകളുടെ ഒരു പ്രത്യേക വികാരം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾ ഈ ശരീഅത്തിനെതിരാണ്. 937 ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്ന മുഹമ്മദ് അല്ലോ, അത് പൊളിച്ചെഴുതണമെന്ന് പെണ്ണുങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. അതിന് സർവേ നടത്തുന്നു. ആർക്കും പ്രതികരിക്കാം, മുസ്ലിമിനും ഹിന്ദുവിനൊക്കെ പ്രതികരിക്കാൻ പറ്റിയ രീതിയിലാണ്. സത്യത്തിൽ പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന രംഗമാണ് ഈ ശരീഅത്തിൽ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. ഞാനിത് നേരത്തെ വന്നപ്പോ തന്നെ നമ്മുടെ ഈ ക്യാമ്പയിനൊക്കെ നടത്തുന്ന മുമ്പ് തന്നെ പ്രസംഗിച്ചൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കുഞ്ചിക സ്ഥാനത്ത് വന്നപ്പോ, അദ്ദേഹം പ്രൈം മിനിസ്റ്ററായി വന്നപ്പോ വിദേശ പത്രപ്രവർത്തകർ വന്നു. ഗുജറാത്തിൽ പ്രധാനമന്ത്രിയെ പത്ര പ്രാധാന്യമില്ല, മുഖ്യമന്ത്രിയെ പത്ര പ്രാധാന്യമില്ല, പക്ഷെ പ്രധാനമന്ത്രി അങ്ങനെയല്ലേ. റോയിട്ടറിന്റെ അതുപോലെ തന്നെ BBC-യുടെ ഒക്കെ ലേഖകന്മാർ വന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വൈഫ് എവിടെയാ? ചോദിക്കുമല്ലോ, വൈഫ് എവിടെയാന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പോലും അങ്ങനെ ചോദ്യം ഉണ്ടായത്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം അവർ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, അങ്ങനെ സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച് അന്യാധീനപ്പെടുത്തിയിരിക്കുകയാണ്. പെണ്ണുങ്ങളെ കണ്ണീരാണ് ഒപ്പാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യം തന്റെ ഭാര്യയുടെ കണ്ണീരൊപ്പട്ടെ എന്നാണ് നമുക്ക് പറയണം. സ്വന്തം പെണ്ണുങ്ങളെ നോക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അത് ഇന്ത്യൻ പത്രപ്രവർത്തകർ കൊണ്ടുവന്ന് പുറത്ത്. സത്യത്തിൽ മുത്തലാഖ് എന്ന് പറയുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസ്ലാമിൽ തൊലാഖ് എന്ന് പറയുന്നത് ഒരിക്കലും എടുത്തുചാടി ചെയ്യാൻ പറ്റുന്ന പണിയല്ല. വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ കൃത്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ചെലവിന് കൊടുക്കാൻ കഴിയുന്നവൻ പെണ്ണിട്ടിയാൽ മതി. അവന് ശാരീരിക ആരോഗ്യവും അതുപോലെ തന്നെ അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയും ഈ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റ കഫാഅത്ത് പോലും പറഞ്ഞിട്ട് അവൾ ജീവിക്കുന്ന സാഹചര്യാനുസൃതം പോറ്റാൻ സൗകര്യമുണ്ടെന്ന് തോന്നിയാൽ പെണ്ണ് കെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പെണ്ണ് കെട്ടണ്ട. അവൻ നോമ്പ് നോറ്റ് അവൻ ആ വികാരത്തെ ശമിപ്പിക്കട്ടെ എന്നാണ് തിരുദൂതർ പഠിപ്പിച്ചത്. ആ കർമ്മം ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മഹർ മാനദണ്ഡമാക്കി വലിയന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കരാർ, സാക്ഷികൾ മുഖേന വലിയിൽ നിന്ന് വരൻ വാങ്ങുന്ന കരാർ, ആ കരാറിനെ കുറിച്ച് ഖുർആന്റെ ഭാഷ എന്താ? വഖദ് അഖദ്ന മിൻകും മീസാഖൻ ഗലീദ. ഒരു ബലിഷ്ഠമായ കരാർ, കരാറല്ല, മീസാഖല്ല, മീസാഖൻ ഗലീദ, ബലിഷ്ഠമായ കരാർ, ലംഘിക്കാൻ പാടില്ലാത്ത കരാർ. ഇതിനെക്കുറിച്ച് പരിശുദ്ധ തിരുദൂതർ പഠിച്ചു, അഹ്ഖു ശുറൂതി അൻ യുഫിയ ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്. ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് മനുഷ്യൻ പാലിക്കേണ്ട ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ. അത് പാലിക്കുന്നില്ലെങ്കിൽ മനുഷ്യനല്ല. അത്ര കൃത്യ ഇസ്ലാമിന്റെ വിവാഹം. ആ വിവാഹം ആരെങ്കിലും വിവാഹമോചനത്തിലേക്ക് ഒരു പെണ്ണിനെ തൊലാഖിൽ റഹ്മാൻ, അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളും ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെ തൊലാഖ് ചൊല്ലേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ 4 പടവുകൾക്ക് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ആയത്ത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. 4 പടവുകൾ. ഒന്ന്, അവൾക്ക് ഉപദേശം കൊടുക്കണം, പരസ്പര ഉപദേശം, അങ്ങോട്ട് ഉപദേശിക്കുക. ഇങ്ങനെ പോയാൽ നമ്മുടെ കുടുംബജീവിതം ഒരു കൗൺസിലിംഗ് പോലെ ഇരുന്നിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിന് അർത്ഥം. രണ്ടാമത്തതോ വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, കിടപ്പറയിൽ വെടിയുക. വാതിലടിച്ച് കുറ്റിയിട്ട് പുറത്താക്കൊന്നും വേണ്ട, അകന്ന് കിടന്നാൽ മതി, ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്ന് സംസാരിക്കാതെ ഒന്ന് അകന്ന് നിൽക്കുമ്പോഴേക്കും പെണ്ണിന്റെ മനസ്സ് മാറും. നിങ്ങളൊന്ന് കിടന്നോക്ക്. ഭാര്യയെ ബെഡിന്റെ അങ്ങേ തലക്കലും ഇങ്ങളെ തലക്കലും കുറെ കഴിയുമ്പോൾ ഒന്ന് തോണ്ടും അങ്ങോട്ടോ അങ്ങോട്ടോ, സംഗതി മുന്നോട്ട് പോകും. ഉറപ്പാ, ഒരു മനഃശാസ്ത്ര ചികിത്സയാണ്, അവിടെ നന്നാവും. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്തത് വദരിബൂഹുന്ന, മെല്ലെ അടിക്കുക. എന്റെ ഇടക്ക് കാര്യത്തിന്റെ ഭാഗമാണ് ഞാൻ ചുരുക്കുക. അടിക്കാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമത് പറഞ്ഞാൽ വഅദൂഹുന്ന, വഴല് നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു മുസ്താനെ ചോദിച്ച് മൈക്കെട്ടി വീട്ടിൽ വഴലുണ്ടാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. എന്ന പോലെ അടിക്കണം എന്ന് പറഞ്ഞാൽ ആത്തിചാർജ് നടത്തണമെന്നല്ല. തൂവാല കൊണ്ട് അടിക്കുന്ന രംഗം വരെ മഹാന്മാർ വിശേഷിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നോട് ദേഷ്യം എന്ന് വരുത്തി തീർത്താൽ മതി, അത്രയേ ഉള്ളൂ. നാലാമത്തേതോ അതും പറ്റുന്നില്ല എങ്കിൽ, അങ്ങനെ അവൾ മെരുങ്ങുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഫലാത്തബു അലൈഹിന്ന സബീല എന്നതിന്റെ അർത്ഥത. ഇനി അവിടുന്ന് അപ്പുറം പോവാണെങ്കിൽ ഇവന് ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞു. കുടുംബത്തിലെ 2 കാരണന്മാർ അവിടുന്ന് ഇവിടുന്ന് വേണ്ട, അവർ ചർച്ച ചെയ്തിട്ട് കുട്ടികളെ പ്രശ്നം തീർക്കട്ടെ. എത്ര മനോഹര ഫാമിലി കൗൺസിലിംഗ്, വളരെ മനഃശാസ്ത്ര ചികിത്സ. എന്നിട്ട് ഇത് 4 സ്റ്റെപ്പായി ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ 4 സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് ഒരു തൊലാക്ക്. എന്നിട്ട് ആ പെണ്ണിനെ സംരക്ഷിക്കുക ഇദ്ദാകാലത്ത്, മനസ്സുമാറിയ മടക്കിയെടുക്കുക. അത് 6ാമത്തെ സ്റ്റെപ്പ്. ശരിക്കും ശ്രദ്ധിച്ചോണം, എത്ര ശ്രദ്ധേയമാണ് ഇസ്ലാമിന്റെ വിധി. ആദ്യം ഉപദേശിക്കുക, പണങ്ങിയാൽ പിന്നെ കിടപ്പറയിൽ ഒന്ന് അകറ്റി നിർത്തി നോക്കുക, പിന്നെ ചെറുതായിട്ട് ശിക്ഷിച്ച് ദേഷ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. ഇവന്റെ പണി കഴിഞ്ഞു, കുടുംബങ്ങളെ വെച്ച് കൗൺസിലിംഗ് ചെയ്യുക. എന്നിട്ട് നടക്കൂല, കാരണന്മാർ പറഞ്ഞു പറ്റൂല മോനെ, ഒപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, നമുക്ക് തൊലാക്കില്ല. എന്നിട്ടൊന്ന് പിടിച്ചു നോക്കുക.
കൃത്യമായിട്ടൊരു 90 ദിവസം അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ മാറ്റം വരുന്നില്ല, മടക്കിയെടുക്കുക. കണ്ടോ, 6 സ്റ്റെപ്പ് ശരിക്കും പറയാൻ പറ്റും. ഇത് ചെയ്യാൻ ഇസ്ലാം അനുമതി കൊടുത്തതിന് എന്തിനാ ബഹളം വെക്കുന്നത്? 3 തൊലാക്ക്, ആ 3 എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട. 3 തൊലാക്ക് മുത്തൊലാക്ക് വെറുതെ വ്യാഖ്യാനിക്കുക. 3 തൊലാക്ക് ഇസ്ലാം പരിമിതപ്പെടുത്തിയതാണ്, 3-ൽ പരിമിതപ്പെടുത്തിയതാണ്. കാരണം അറബികളുടെ കാലഘട്ടത്തിൽ ഒരു ദുരാചാരം ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ ദുഃഖിപ്പിക്കാൻ വേണ്ടി പിടിച്ച് നിക്കാഹ് ചെയ്തിട്ട് തൊലാക്കിലും 3 മാസം പെണ്ണിനെ 3 മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും, പിന്നെയും തൊലാക്കിലും 3 മാസം കഴിയുമ്പോൾ പിന്നെയും തിരിച്ചെടുക്കും, 3 മാസം കഴിഞ്ഞാൽ പിന്നെയും തൊലാക്കിലും പിന്നെയും തിരിച്ചെടുക്കും, പിന്നെ കളിക്കുക. ആ പെണ്ണിനെ കെട്ടിയിടുക, തിന്നൂല്ല തീറ്റിക്കൂല, എങ്ങനെ പോവാ? തൊലാക്കലും ഇത് കഴിയുമ്പോൾ തിരിച്ചെടുക്കും, പിന്നെ 3 മാസം എത്തില്ലേ, അവിടേക്കും പോകില്ലല്ലോ, ആ കാലത്ത് പോകാൻ പറ്റുമല്ലോ. പിന്നെയും തിരിച്ചെടുക്കുക, തൊലാക്കില്ല, തൊലാക്കില്ല. ഇസ്ലാം പറഞ്ഞു 3 വട്ടേ പണി പറ്റുള്ളൂ, പറ്റൂല. 2-ാം തൊലാക്കും മറത്താനി, 2 വട്ടേ പറ്റും. 3-ാം വട്ടം തൊലാക്കില്ലേ പറ്റപ്പിരിഞ്ഞു. 3-ാം തവണ തൊലാക്ക് ചൊല്ലിയാൽ പിന്നെ അവളെ മറ്റൊരുത്തന്റെ കൂടെ പോകാൻ സമ്മതിക്കൂല എന്നുള്ള കേസ്. അവള് മറ്റൊരുത്തന്റെ കൂടെ പോകണം, ലൈംഗിക സുഖം ആസ്വദിക്കണം, എന്നിട്ട് പിന്നെ അവന് തിരിച്ചെടുക്കാൻ പറ്റൂ. അവൻ വിവാഹമോചനം നടത്തിയാൽ അതിന് നിർബന്ധിക്കാനും പാടില്ല. എന്ത് മനോഹരാണത്! അല്ലെങ്കിൽ തന്നെ തൊലാക്ക് എന്ന് പറയുന്നത് മോചനം എന്നല്ലേ, പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കല്ലേ. ഈ ഒരു അവസ്ഥയെ ഇസ്ലാമിനെ ഫലിക്കാൻ പാടുണ്ടോ? എത്ര മോശമായിട്ട് അതിന് ചിത്രീകരിക്കുന്നത്. ഇനി 3 തൊലാക്ക് ഒന്നിച്ചില്ല. അതിപ്പോ ഞാൻ നിങ്ങൾക്കൊരു 300 രൂപ തരാണ്ടെങ്കിൽ 3 100ന്റെ വോട്ട് വന്നാലും ഒന്നായിട്ടൊരു 300 രൂപ, 3 ദിവസമായിട്ട് 100 രൂപ വന്നാലും ഒന്നായിട്ട് വന്നാലും സംഗതി ഒന്നും തന്നെ. 3 തൊലാക്ക് ഒന്നിച്ചു കൊല്ലാൻ പാടില്ല, ശരിയല്ല. പക്ഷെ ചെല്ലിയ തൊലാക്ക് ഉറപ്പല്ലേ? അത് ഉറപ്പല്ലേ? കിണറ്റിക്ക് ചാടാൻ പാടില്ല, ചാടിയ കാലും കൂടി ഉറപ്പല്ലേ? അത് സംശയമൊന്നുമില്ലല്ലോ. 3 തൊലാക്ക് ഒരാൾ ചൊല്ലിയാൽ അത് ഒന്നിച്ച് ചൊല്ലിയാൽ 3 പോകും. അങ്ങനെ അനുഭവങ്ങൾ അൽബത്ത എന്ന പദക്കം ഉപയോഗിച്ച് ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ പറയാണ്ട്. അത് വിശദീകരിച്ച് നബി തങ്ങൾ ചോദിച്ചത് എന്തിനാ? അങ്ങനെ ചെയ്തോല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിവേകിയായ ഒരു മനുഷ്യൻ തൊലാക്ക് ഒറ്റടിക്ക് ചെല്ലാനേ പാടില്ല, 5 സ്റ്റെപ്പ് കഴിയാതെ. 3 ഒരുമിച്ച് തീരെ ചെല്ലാൻ പാടില്ല. പക്ഷെ ചെല്ലുന്നതോടുകൂടി തൊലാക്ക് പോകുമ്പോൾ അത് വേറെ കാര്യം. തൊലാക്ക് പോകാൻ 1 തൊലാക്ക് ചെല്ലിയാൽ മതി, 3 ചൊല്ലിക്കൊള്ളണമെന്നില്ല. അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. അവിടേക്കാണ് നമുക്ക് പിടക്കുന്നത്. അതൊരു വിവാദമാക്കി വലിയ വിഷമാക്കേണ്ട കാര്യമില്ല. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ആ പണ്ഡിത ചർച്ച ചെയ്യാം. നമ്മളതിന്റെ ആ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വെറുതെ ജനങ്ങളെ പ്രചരിപ്പിച്ച് ഗോവധം നിരോധം കൊണ്ടുവന്നതുപോലെ ഗോവിനെ സ്നേഹിച്ചിട്ടല്ല, ഗോവിനെ കയറ്റി അയക്കുന്ന, ഫാം നടത്തുന്ന, ഇറച്ചി കച്ചവടം നടത്തുന്ന ആളുകൾ, അത് തിന്നുന്ന ആളുകൾ ഇത് കൊണ്ടുവന്നത് എന്തിനാ? മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് ബുദ്ധിമുട്ടിക്കണം, അതിന് പേര് കലാപം ഉണ്ടാക്കണം. അത്ര ഇവിടെ ആവശ്യമുള്ളൂ. പെണ്ണിന്റെ കണ്ണീരല്ല പ്രശ്നം. ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് എത്ര പെണ്ണുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്? ഇപ്പൊ ഇന്നലത്തെ പത്രത്തിൽ വന്നൊരു വാർത്തകൾ വായിച്ചു നോക്കും. ഇന്നലത്തെ പത്രത്തിൽ സ്ത്രീകൾക്ക് ഇന്നും ലോകത്ത് സമത്വം വന്നിട്ടില്ല. അത് ആ വാർത്ത വെച്ച് വിശദീകരിക്കണം. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പാർലമെന്റുള്ള രാജ്യത്തെ പോലും സ്ത്രീകൾക്ക് അവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറയുമ്പോൾ അടിമാറി പോകും, ഇവിടെ വേറെ പ്രവർത്തനം. അതുകൊണ്ടാണ് ഒരുപാട് പറയേണ്ട ആ വിഷയത്തെ കുറിച്ച്. സാധിക്കുമെങ്കിൽ നിങ്ങൾ നാളെ KMCC പ്രോഗ്രാമിൽ വന്നാൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശക്തി പകരമാറാവട്ടെ. ഇന്ന് ബോധവൽക്കരണ ആവശ്യം. ഇതിൽ നമ്മൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല, ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് പഠിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കണം. മുസ്ലിങ്ങൾ 937 മുതൽ അനുഭവിക്കുന്ന ഈ ശരീഅത്ത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊരു പ്രത്യേക നിയമമൊന്നുമില്ല, പേടിക്കണ്ട. നമ്മുടെ രാജ്യത്തെ എല്ലാ ക്രിമിനൽ നിയമവും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, എല്ലാ സിവിൽ നിയമവും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ മതപരമായി ബന്ധപ്പെട്ട ചില വിവാഹമോചനം, സ്വത്തവകാശം, അതുപോലെ തന്നെ ഫസ്ഖ്, ഖുൽഅ്, അപ്രകാരം തന്നെ ട്രസ്റ്റ്, വഖഫ്, ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് മാത്രം അവകാശപ്പെട്ട സംഗതിയാണ്. ഇതിൽ അമുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. 937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം ഒരു മുസ്ലിമിന്റെ സ്വത്തവകാശത്തിൽ തർക്കം വന്നാൽ ഇസ്ലാമിക വിധി പ്രകാരം 2 വിഭാഗം ഇന്ത്യയിലുള്ളൂ, ഷിയ സുന്നി. ഈ ഷിയാക്കൾക്ക് ഒരു നിയമം വേറുണ്ട്, മുസ്ലിം സുന്നികൾക്ക് വേറെ നിയമമുണ്ട്. ഈ 2 നിയമത്തിനനുസരിച്ച് നമ്മൾ സുന്നികളാണോ ഷിയാക്കളാണോ എന്ന് കോടതി നോക്കും. സുന്നി ആണെങ്കിൽ അവന്റെ മതം അനുസരിച്ചുള്ള വിധി ഫിഖ്ഹിന്, സുന്നി ഫിഖ്ഹിന് പറഞ്ഞ വിധി കിട്ടും. ആ രീതിയിൽ കൃത്യമായി നമുക്കതിന്റെ വിധി കിട്ടും. ഷിയാക്കളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് വിധി കിട്ടും. ഇതുകൊണ്ട് ഇന്ത്യയിൽ ഒരു മുസ്ലിമിനൊരു ദ്രോഹമല്ലല്ലോ. എന്നാൽ ഇവിടുത്തെ ക്രിമിനൽ നിയമം നമ്മൾ അംഗീകരിക്കുന്നില്ല. കൊന്നാൽ, കട്ടാൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഒരു നിയമം. എന്താ കാരണം? നമ്മൾ കക്കാൻ പോവാതിരുന്നാൽ മതി. പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ നമ്മൾ പൊതു സ്റ്റേജിൽ വെച്ച് ജവ്വജ്തുക എന്ന് പറയുമ്പോൾ അങ്കഹത്തുക എന്ന്, ജവ്വജ്തുക എന്ന് പറയുമ്പോൾ കബിൽത്തുമിക്ക എന്ന് പറഞ്ഞ വിവാഹബന്ധായി. ഇതിനൊരു സർട്ടിഫിക്കറ്റ് കാതി എഴുതി കൊടുത്താൽ, എന്റെ കാർമ്മികത്വത്തിൽ നടന്നു എഴുതി കൊടുത്താൽ അത് കോടതിയിൽ സ്വീകാര്യ. ഇനി ഇത് സ്വീകാര്യാവില്ല, ഏകസ്വരം കൂടെ സ്വീകരിയാവില്ല. എന്താ കാരണം? ഇത് വേറൊരു രീതി, അമ്പലത്തിൽ വേറൊരു രീതി, 2 കൂടി സ്വീകരിക്കാൻ കോടതിക്ക് പറ്റൂല. അപ്പൊ കോടതി ഭൂരിപക്ഷത്തിന്റെ ഏതാണോ അത് സ്വീകരിക്കും. ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു കൃത്യമായ ഒരാൾ തൊലാക്ക് ചൊല്ലിയാൽ ഭാര്യ അല്ലാതായി. പക്ഷെ കോടതി അംഗീകരിക്കൂല. ഇന്ന് കോടതി അംഗീകരിക്കും. ഇന്ന് തൊലാക്കിന്റെ രേഖ ഇയാൾ ഈ ഭാര്യയെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പള്ളിയിൽ നിന്ന് എഴുതി കൊടുത്ത കോർട്ട് അത് അംഗീകരിക്കും. പള്ളിന്റെ സ്വത്തൊരാൾ കയ്യേറി വഖഫ് ബോർഡ് ഒരു പെറ്റീഷൻ കൊടുത്താൽ കമ്മിറ്റിക്ക് ഒരു ചെലവില്ലാതെ വഖഫ് ബോർഡ് വക്കീലിനെ വെച്ച് കേസ് നടത്തി സാധനം പിടിച്ചു.
നാളെ വഖഫ് ബോർഡ് ഉണ്ടാവില്ല. എന്താ കാരണം? എന്ത് വഖഫ് ബോർഡ്? കോടതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? ഏക സിവിൽ കോഡ് വന്നാൽ പിന്നെ വഖഫിനായിട്ട് ആക്ട് ഉണ്ടാവില്ല. വഖഫ് ഇതിൽ പെട്ടതാ. 937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് പെട്ടതാ. വഖഫ്, ദാനം, ട്രസ്റ്റ്, സകല പള്ളിന്റെ വഖഫ് സ്വത്ത് കയ്യേറി പോകും. നോക്കാൻ ആളുണ്ടാവില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു കേസ് നടത്താൻ കമ്മിറ്റി തയ്യാറാവില്ല. ഇന്ന് വഖഫ് ബോർഡ് തയ്യാറാവും. അതിന് ബോർഡുണ്ട്, ഗവൺമെന്റ് ഗ്രാന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ജീവിതം ദുസ്സഹമാകാനാ പോകുന്നത് വന്നാൽ. പക്ഷെ അത് അങ്ങനെ കൊണ്ടുവരാനൊന്നും കഴിയില്ല. അതിനാണ് നിയമ കമ്മീഷൻ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചിട്ടുള്ളത്. ഇതിലൊരുപാട് തന്ത്രങ്ങളുണ്ട്, നമ്മൾ പിന്നീട് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വരുന്ന ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ കാണും. ഞാൻ മനസ്സിലാക്കും, ഞാൻ അതും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ഹക്കീം വൈസി പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. നിങ്ങൾ സമാന മനസ്കരാന്ന് പറയാൻ കാരണം എന്താ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി 984 വന്നപ്പോ രണ്ടായി നിന്ന ലീഗ് യോജിച്ചു, അൽഹംദുലില്ലാ. എന്ന പോലെ ഇന്ന് ചിതറി നിൽക്കുന്ന മുസ്ലിങ്ങളെ യോജിപ്പിക്കാൻ പടച്ചറപ്പുണ്ടാക്കി ഏർപ്പാടാവാം. അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മൾ വൈകാരികമായി ചിന്തിക്കാതെ മുസ്ലിം സംഘശക്തിയെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശബ്ദം ഒന്നാകണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി പരിണാമം നടപ്പാക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് കരുത്തുണ്ടാകണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഇങ്ങനത്തെ വിഷയമൊക്കെ വരുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ നമുക്കത് എത്ര കഷ്ടപ്പെട്ട ഇടങ്ങറായി വായിച്ചുണ്ടാക്കി പഠിച്ചിട്ടുണ്ടാകും. ഒരു വാഫിയോ ഒരു ഉദവിയൊക്കെ എന്റെ കാലത്ത് വന്നിരുന്നെങ്കിൽ എനിക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു. അന്ന് വന്നില്ലല്ലോ എന്നുള്ള കേതാ നമുക്കുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, എന്റെ സ്കൂളിൽ പഠിക്കും, ഞാൻ വലിയ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ പഠിച്ച ആളാണ്, വളരെ പ്രയാസപ്പെട്ട് പഠിച്ച ആളാണ്. അന്ന് എന്റെ സ്കൂളിൽ അന്ന് ട്യൂഷൻ ഇല്ല, ഞാൻ ട്യൂഷനോട് പോകില്ല. കാരണം ഒഴിവ് സമയത്തൊക്കെ ദർസ് പോകണം എന്നുള്ള വലിയ നിർബന്ധമായിരുന്നു. എനിക്ക് ഈ ഞായറാഴ്ച വരുന്നതേ പേടിയായിരുന്നു ജീവിതത്തിൽ. ദർസ് പോകാൻ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വന്ന ഫുള്ള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നാട്ടിലെ പള്ളിയിൽ ഓതിയിട്ടുള്ളൂ. എന്റെ 2-3 ഗുരുനാഥ് അവരാണ് എനിക്കൊരു ഫെയിലും ഫയലും തിരിച്ചു തന്നത്. അന്ന് ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ എന്തോരം പഠിക്കാമായിരുന്നു. സൗജന്യമായിട്ടല്ലേ പഠിക്കണത്. സൗജന്യമായി പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ നേരെ മറിച്ച് എന്നിട്ടും അന്ന് എന്റെ സ്കൂളിൽ നിന്ന് എനിക്ക് അന്ന് ആകെ 100 കുട്ടി പരീക്ഷ എഴുതിയാൽ, ഞങ്ങളെ പൂക്കോട്ട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആകെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ 100 കുട്ടി 25 ആളെ പാസ്സാവും. അന്ന് ഇപ്പൊ മാറി. അന്ന് ആകെ 4 ഫസ്റ്റ് ക്ലാസ് ഒന്നിച്ചു വന്ന കൂട്ടത്തിൽ 1 നല്ല മാർക്കോടെ എനിക്ക് കിട്ടി എന്നുള്ളത് വലിയ സന്തോഷം. പക്ഷെ അത്ര ഉയർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ സാഹചര്യം അനുസരിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമാകുമായിരുന്നു. അപ്പൊ നമ്മളോ ആയില്ല, എന്നാൽ നമ്മളെ കുട്ടികളെ ആക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെ വരുമ്പോൾ നെറ്റിലൊക്കെ നോക്കി വിഷയമൊക്കെ എടുത്തൊക്കെ ഒന്ന് പഠിച്ച് സമൂഹത്തിൽ ഇന്ന് ബോധവൽക്കരണം ബൗദ്ധിക മണ്ഡലത്തിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. തന്ത്രപരമായി നമ്മുടെ സമൂഹത്തെ സജ്ജമാക്കാൻ കഴിയുന്ന ആയുധത്തിന്റെ കാലം കഴിഞ്ഞു. അമേരിക്ക പോലും ഇപ്പൊ ചിന്തിക്കുന്ന ജനങ്ങളെ ശരിക്കും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് അത് എങ്ങനെ ജനങ്ങളിൽ ലേശം ബുദ്ധി ലേശെങ്കിൽ ആയുധം കൊണ്ടൊരു സംഗതി നടക്കൂല, തീവ്രത കൊണ്ടൊരു സംഗതി നടക്കൂല. ഒക്കെ വെറുതെ തോന്നുന്ന. അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമൂഹത്തിന്. അതിനൊക്കെ നല്ല ബുദ്ധിയുള്ള മക്കൾ വേണം. ഇനി ഈ പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരു തലയെക്കെട്ട് കിട്ടിയ മുസ്ലിരെ കണ്ടാൽ ഒരു മതിപ്പില്ലായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഏത് ഓഫീസിലും ഈ തലപ്പാവ് വെച്ച് കയറിപ്പോവാ, ഇത് വെച്ച് കയറിപ്പോ ഒരു കുഴപ്പമില്ല. എന്താ ഇവർക്ക് തിരിയുന്നൊരു തോന്നലുണ്ട്. ഞാൻ എന്റെ സ്കൂൾ പഠിപ്പിക്കുമ്പോഴൊക്കെ തൊപ്പി വെച്ച്, ഈ തൊപ്പിയിലെ സാധ തൊപ്പി വെച്ചിട്ട് തന്നെ പോകാം, തൊപ്പിയെടുത്ത് ചെയ്യാൻ പോകാറില്ല. ആ തൊപ്പിട്ട് തന്നെ ഞാൻ എന്നോട് നല്ല ആദരവ് എന്റെ സാധ്യാപകർ കാണിക്കുക. ഇപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ കുട്ടി തലപ്പാവ് കിട്ടിയ കുട്ടിയെ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഫ്ലുവന്റ് ആയിട്ട് ഉറുദു സംസാരിക്കുന്നു, ഹിന്ദി സംസാരിക്കുന്നു, നെറ്റ് കൈകാര്യം ചെയ്യുന്നു. എന്ത് മനോഹരം. പണ്ടത്തെ അവസ്ഥ പോയി. നമ്മുടെ ഐഡന്റിറ്റിക്ക് തന്നെ മാറ്റം വന്നു. വലിയ വലിയ കീ പോസ്റ്റുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ വരികയല്ലേ. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിൽ ഹുദവി വരുമ്പോൾ നോക്കണം നിങ്ങൾ. 5 കുട്ടികൾ കെയ്റോ യൂണിവേഴ്സിറ്റിന്ന് പ്രത്യേകം ഡോക്ടറേറ്റ് എടുത്തവരെ നോക്കണം നമ്മൾ. ഈ കുവൈത്ത് ന്യൂസ് ഏജൻസിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇന്ത്യയിൽ ഒരാളെ ഉള്ളൂ. അതൊരു വാഫിയാകുമ്പോ ചില്ലറ പ്രശ്നമാണോ? നിങ്ങൾ പഠിക്കും. ഒമാൻ എക്കണോമിക് റിവ്യൂയിൽ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്ന വാഫി. എന്താണ് നിനക്ക് ഗൗരവം? ഒരു കുട്ടിയെ ഒരു എലിജിബിൾ ആക്കുന്ന ഒരു വിഷയത്തിന് അവൻ അപ്ലൈ ചെയ്യാനും അത് അപ്പിയർ ചെയ്യാനുമുള്ള എലിജിബിലിറ്റി കൊടുക്കുന്ന ഒരു സംവിധാനമല്ലേ ഇത്? ഇതല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാവനം ചെയ്ത ദീന്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ ഉന്നതരാണ്. അതിന് വിശ്വാസം വേണം. ഇത് നടക്കുന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. 3.25 കോടി സുബ്ഹാനല്ലാഹ്. അപ്പൊ തന്നെ മെന്റൽ ഡിപ്രഷൻ ആയി പോയി. ബോധം കിട്ടുകൂടി ചില ആൾക്കാർ. അത് നടക്കുന്ന കാര്യമില്ല. ഭ്രാന്താണ് പറയുന്നത് പറയാൻ പാടില്ല. നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം, അപ്പോഴേ ശരിയാവും. അവിടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. അവസാനം ഞാൻ ദീർഘിപ്പിക്കാൻ മാത്രം പറ്റിയൊരു സന്ദർഭം അല്ലാത്തോളാം. നിങ്ങളാണെങ്കിൽ നിർത്തി കിട്ടിയാൽ പോകായിരുന്നു എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരുമാണ്. രണ്ടും മനസ്സിലാവും. കാരണം നിങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും ആ മനോഭാവം മനസ്സിലാവും. കുറെയൊക്കെ ചിലപ്പോൾ തെറ്റുട്ടോ. പണ്ടൊരു ഫാദർക്ക് തെറ്റിയ കഥ ഉണ്ടല്ലോ. ഫാദർ ഇടവകയിൽ വന്നിട്ട് ഇയാൾ വലിയ ബിഹേവിയർ സൈക്കോളജി പഠിച്ചാളാം. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരികളാണ് ചില ആൾക്കാർ. സംഗതി ഉള്ളിൽ അങ്ങനെയാണ് അവർക്ക് എല്ലാം അറിയുന്നുള്ള തോന്നല. ഫാദറല്ലേ ആ ഒരു ഈ അദ്ദേഹം നോക്കിയപ്പോ ഇങ്ങനെ 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 നോക്കുമ്പോ 10 കൽപ്പനകളാണ് ആദ്യം ഇടവകയിൽ ചെന്ന പ്രസംഗിക്കുക. 10 കൽപ്പന, 10 കമൻമെന്റ്സ് ജൂതന്മാരെ പറയും പോലെ. കക്കരുത്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഓരോന്നും പറഞ്ഞു.
അങ്ങനെ കളവ് നടത്തരുതെന്ന് പറഞ്ഞു, അങ്ങനെ കേട്ടിരിക്കാനുള്ള ആൾക്കാർ. അതിനിടയ്ക്ക് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു, അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരാളെ മുഖത്തുള്ള മുഖഭാവം ശ്രദ്ധിച്ചിട്ട് മനഃശാസ്ത്രം പഠിച്ച അദ്ദേഹം സഭയൊക്കെ പിരിഞ്ഞപ്പോ ഒരാളെ വിളിച്ചു, മത്തായി ഇവിടെ വന്നു. അവൻ ഉപദേശിച്ചു, ശരിക്കും അവൻ ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? നീ പ്രത്യേകമായി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിന്റെ മുഖത്തൊരു ഭാവം ഞാൻ കണ്ടു. കളവ് നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്തൊരു പ്രത്യേക ഒരു വിഷമം ഞാൻ കണ്ടു. അതിന് ഞാൻ മനസ്സിലാക്കി നീ കളവ് നടത്താറുണ്ട്. അതേസമയത്ത് വ്യഭിചരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിന്റെ മുഖത്തൊരു പ്രസന്നതയും ഞാൻ കണ്ടു. അത് നീ ചെയ്യാറില്ല എന്ന് എനിക്ക് ബോധ്യം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, വ്യഭിചരിക്കാതെ മദ്യപിക്കാതെ ജീവിക്കുന്ന ഇനി മുതൽ കളവ് നടത്തരുത് എന്ന് പറയാം. അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിയെന്ന് പറഞ്ഞു. താങ്കൾ കളവ് നടത്തരുതെന്ന് പറഞ്ഞപ്പോ അത് നടത്തിയുള്ള വിഷമം കൊണ്ടല്ല എന്റെ മനസ്സിൽ ഇതുണ്ടായത്. ഞാനൊരു കൊട കട്ടിരുന്നു. അത് ഈ യോഗത്തിന് ഞാൻ നിങ്ങൾ വിളിച്ച് ഈ പരിപാടിക്ക് വരുമ്പോഴാ കട്ടത്. ഞാൻ അവിടെ നേരത്തെ പുറപ്പെട്ട ആളാണ്. പക്ഷേ ഞാനത് മറന്നു പോയിരുന്നു. നിങ്ങൾ ആ കട്ട കൊടയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഓർമ്മയായി എനിക്ക്. അപ്പൊ അതെവിടെ വെച്ചത് എനിക്കൊരു പിടുത്തല്ലേ, ഞാൻ ആ അലമ്പായി പോയി. പിന്നെ വ്യഭിചരിക്കരുത് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അതെവിടെ വെച്ച് മറന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പ്രസന്നനായത്. അപ്പോ അച്ഛനാകെ പഴച്ചു എന്ന പോലെ എനിക്ക് പഴച്ചൊന്നും വരും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് അവരുടെ തന്നെ കഥകളിൽ ഉള്ളതാ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയം, ഇതിന് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ? ഇവിടെ നിങ്ങൾക്കൊക്കെ ഒരു പേപ്പർ ഇപ്പൊ വിതരണം ചെയ്യും. ആ പേപ്പർ ഇപ്പൊ വിതരണം ചെയ്യും. ഇതിന്റെ ഒരു തുടക്കം ഇൻഷാ അല്ലാഹ് നമുക്ക് കുറിക്കണം. 3,80,00,000 രൂപയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇന്നലെ നമ്മൾ വിളിച്ച യോഗത്തിൽ 2 ലക്ഷം മുതൽ അതിന് മുകളിലും താഴെയുമൊക്കെ പലരും വാഗ്ദാനം ചെയ്തു. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന രീതിയിൽ നമുക്ക് അള്ളാഹു തന്ന നിഅമത്തിൽ നിന്ന് അല്പം നമ്മൾ ഇതിന് കൊടുത്തേ പറ്റും. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിയമത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവസാനം നമുക്ക് ദീർഘമായി പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് ഇരുന്ന് തന്നാൽ മതി. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തിൽ നീ കൊടുക്കുന്നതിന്റെ ഫലമായി മരിക്കുന്ന നിമിഷം വരെ അള്ളാഹുവേ ഒരുത്തന്റെ മുമ്പിൽ നമ്മൾ ആവശ്യത്തിന് കൈനീട്ടേണ്ട ഗതി നീ വരുത്തല്ല തമ്പുരാനെ. ആ നല്ല നിയ്യത്ത് ചെയ്തിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റിയ തുക എഴുതുക. 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ കൊടുക്കാൻ പറ്റിയവൻ അങ്ങനെ എഴുതട്ടെ. 50,000 കൊടുക്കാൻ കഴിയുന്നവൻ അങ്ങനെ എഴുതട്ടെ. എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന എഴുതിയിട്ട് ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഇവിടെയുള്ള കമ്മിറ്റിക്കാർ പിരിച്ചെടുത്തോളൂ. ആരും മടിച്ചു നിൽക്കേണ്ട. നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ ആ സ്ത്രീകളുണ്ട്, സ്ത്രീകളൊന്ന് കേൾക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾക്കും കൊടുക്കാം. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പിരിപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ ആ സ്ഥാപനം നടത്തിയത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മക്കൾ എത്രയുണ്ടെങ്കിലും ഈ വാഫി കോഴ്സിന്റെ PG കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി അയാൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുമ്പോൾ ഖബറിലേക്ക് അത് ധാരയായിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്നും കൂടി മനസ്സിലാക്കണം. 2 പ്രധാന പോയിന്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, ഇത് നിർമ്മാണ ഘട്ടത്തിലാണ്. ഇപ്പോൾ കൊടുത്ത പ്രതിഫലം പിന്നീട് കൊടുത്താണ്ടാവില്ല. ഇപ്പൊ നിയ്യത്ത് ചെയ്താൽ മതി. 2, മറ്റു സ്ഥാപനങ്ങളിൽ കുട്ടികൾ പഠിക്കും, പൊഴിഞ്ഞു പോകും. ഇത് പൊഴിഞ്ഞു പോകാതെ കടഞ്ഞെടുത്ത അവസാനത്തെ 2 വർഷത്തേക്ക് വരുന്ന കുട്ടികളാണ്. അപ്പൊ അതിന് കുറച്ച് കൂലി കൂടുതൽ. ആ കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഒരു 50,000 1 ലക്ഷമോ എത്ര എഴുതിയാലും ശരി, ഞാൻ വിശ്വസിക്കുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് അതിനുള്ള ബർക്കത്ത് കച്ചവടത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും തരും. 3 തരത്തിൽ നിങ്ങൾ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഒന്ന്, പടച്ച റബ്ബ് നിങ്ങൾക്ക് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ മറച്ചു വെക്കണം. ഇന്നലില്ലാഹി എന്താക്കുവാ മിൻ നിഅമൻ. അല്ലാഹു പലർക്കും പല നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. അത് പലതായിരിക്കും. ചിലപ്പോ നല്ല പ്രസംഗ പാഠവുമായിരിക്കും, സംഘാടന വൈഭവമായിരിക്കും, പ്ലാനിങ് കപ്പാസിറ്റി ആയിരിക്കും, പണമായിരിക്കും, ആരോഗ്യമായിരിക്കും ഒക്കെ. ആ കഴിവിനെ പടച്ചറബ് വിനിയോഗിക്കുമ്പോൾ നിലനിർത്തി തരും. നിങ്ങളെ ആരോഗ്യം, നിങ്ങളെ അറിവ്, നിങ്ങളെ സമ്പത്ത് പടച്ചറബ് നിലനിർത്തി തരും. എപ്പോൾ മാ ബദലുഹ, ആ സമ്പത്തിനെ നിങ്ങൾ ദീനിന് വേണ്ടി നല്ലതിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ വൈദാ മനഊഹ, നിങ്ങൾക്ക് അല്ലാഹു തന്ന കഴിവിനെ നിങ്ങൾ തടഞ്ഞാൽ നസഅഹ മിൻഹും, ആ കഴിവിനെ പടച്ചറബ് പിൻവലിക്കും. ഞാൻ വാഫിക്ക് പിരിവ് കിട്ടാൻ വേണ്ടി പറയല്ല. 1400 വർഷം മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. നല്ല കാര്യം കേട്ടിട്ട് പ്രതികരിക്കാതിരുന്നാൽ കഴിവ് പടച്ചവൻ വലിച്ചുകൊണ്ട് ഊരും. അല്ലാഹു പറയുന്നു നസഅഹ മിൻഹും വഹവലഹ ഇലാ ഗൈരിഹിം, ആ കഴിവിനെ വേറൊരാൾക്ക് പടച്ചവൻ കൊടുക്കും. അള്ളാന്റെ ദീൻ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് അള്ളാഹ് തന്ന പണത്തിൽ, നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ പണത്തിന്റെ ബാങ്ക് മാനേജറാണ്. മുസ്തഖ്ലഫീന ഫീഹി എന്നാ ഖുർആൻ പറഞ്ഞത്. മുസ്തഖ്ലഫീന ഫീഹി, വെറും ഓൺലി റെപ്രസെന്റേഷനെ നമുക്ക് ഈ പണത്തിലുള്ളൂ. ഓൺലി റെപ്രസെന്റേഷൻ, നമ്മളതല്ല. ആ റെപ്രസെന്റേറ്റീവ് സ്ഥാനത്ത് പഠിച്ചോ നമ്മൾ മാറ്റും. ശരിക്കും ശ്രദ്ധിക്കണം. നസഅഹ മിൻഹു, നസഅ എന്നുള്ള വാക്കിന്റെ പച്ച മലയാളം ഞങ്ങളൊക്കെ ദർസ് പഠിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് ഊരുന്നാണ്. അങ്ങനെയാണ്. അത് ഊരും, നമ്മളെ കഴിവ് പഠിച്ചോണ്ട് ഊരും.
അത് എങ്ങനെ ഊരിപ്പോണെന്ന് അറിയില്ല. ചിലപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടാണ് പോവാ പൈസ, അല്ലെങ്കിൽ മക്കൾ കളിച്ചിട്ടാണ് കളയുമാ പൈസ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം ബിസിനസ്സിൽ പറ്റിയിട്ട് വരും. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, പേടിക്കണ്ട, പേടിച്ചാരും കൊടുക്കണ്ട, പീഡിച്ചാരും കൊടുക്കണ്ട, നല്ല സന്തോഷത്തോടെ കൊടുത്താൽ മതി. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുത്തില്ലെങ്കിലും ഞാനിവിടെ വന്ന് പ്രസംഗിച്ചില്ലെങ്കിലും ഇത് അള്ളാഹുവിന്റെ ദീനാണ്, പടച്ചറപ്പ് ഏറ്റെടുക്കും നടത്തും ചെയ്യും, ഉറപ്പാ. അള്ളാഹ് കൊണ്ടുപോകും, ഉറപ്പല്ലേ? അതാണ് അവിടെ ശരിക്കും മനസ്സിലാക്കി. ഇന്ന് ലോകത്തിന്റെ കാര്യങ്ങളും കിടപ്പുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് വളരെ പ്രധാനമാണ്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അവസാനമായി പറയുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവസാനം നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. ഒരു കാര്യം ഞാൻ മനസ്സിലൂടെ പറയട്ടെ, നിങ്ങളൊക്കെ നിങ്ങളെ വാപ്പയും ഉമ്മയും പോറ്റി വളർത്തി ഇവിടെ എത്തിച്ചല്ലോ. അള്ളാഹുവെ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട ഹംസവാക്കവി പറയുന്നു, ഫണ്ട് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മിസ്റ്റർ നാസർ അദ്ദേഹം 1,00,000 രൂപ ഇതിലേക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്റെ ഫണ്ട് ഉദ്ഘാടനം ചെയ്യാണ്. അള്ളാഹുവെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ആൾ വരും. പെണ്ണുങ്ങള് സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും ശരി, നാട്ടിലൊക്കെ സ്വർണ്ണം കൊടുക്കും, ഇവിടെ പിന്നെ സ്വർണ്ണം കൊടുക്കാൻ കഴിയില്ലല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും ബഹുമാനപ്പെട്ട നാസർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് പടച്ചറപ്പ് ഖൈർ കൊടുക്കുമാറാവട്ടെ. ആമീൻ പറഞ്ഞോളി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കൊടുക്കണമെങ്കിലും കൊടുക്കണോന്ന് മുടക്കണ്ട. കൊണ്ടുവരുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട അക്കീം വൈസി ഇബ്രാഹിം വൈസി ആരാ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ തക്ബീറിലികളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ പാത പിന്തുടർന്നുകൊണ്ട് പേരൊന്നും പറഞ്ഞില്ലെങ്കിലും, പേര് പറയണ്ടെന്ന് പറഞ്ഞാൽ പറയില്ല. നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞില്ലേ, അത് നല്ലതാണ്. കാരണം മറ്റൊരാളിലേക്ക് പ്രേരിപ്പിച്ചാൽ മൻ ദല്ല അലാ ഖൈരിൻ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചവന് കിട്ടും, മറ്റവന്റെ അജ്റിൽ ഒട്ടും കുറയാതെ കിട്ടുന്നതാണ്. ഞാൻ ഹദീസൊക്കെ പരത്തി പറയാതിരിക്കുന്നത്, മുറിച്ച് ആക്കുന്നത് സമയത്തിന്റെ ഒരു പരിധി പാലിച്ചുകൊണ്ടാണ്. കാരണം നിങ്ങൾ വല്ലാതെ ഇരുത്താൻ വയ്യല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ നിയമത്തെ മറച്ചു വെക്കണ്ട കൂട്ടരെ, ഞാനും മറച്ചു വെക്കണ്ട. ഞാനിങ്ങോട്ട് വന്നത് തന്നെ, ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു, എന്റെ ഉമ്മക്ക് അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അൽഹംദുലില്ലാ, ഡോക്ടർ പീഡിപ്പിച്ചിരുന്നു രോഗം. പക്ഷേ ഞാൻ ഇന്ന് കേട്ട വിവരം വളരെ സന്തോഷദായകമാണ്. ഇന്നലത്തെ നിങ്ങളുടെ ദുആ കൊണ്ടാകാം സുഖം പ്രാപിച്ചു വരുന്നു. അല്ലാഹു ഖൈർ കൊടുക്കുമാറാവട്ടെ. ഇതാ കൊടുക്കുക, എഴുതി കൊടുക്കുക. എത്രയാണ്? 50,000-മോ 1,00,000-മോ 1,50,000-മോ 2,00,000-മോ? ഇതെത്രയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000 രൂപ അൽഹംദുലില്ലാ അബ്ദുൽ മജീദ് ബികെ. അല്ലാഹുവേ, ആ സഹോദരനെ നിനക്കറിയാം, മണലാരണ്യത്തിൽ വന്ന് അധ്വാനിച്ച് കുടുംബം പോറ്റാൻ വന്ന ആളാണ്. ഈ 1,00,000 രൂപ കൊടുക്കുന്നത്. നീ അത് സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ആമീൻ എന്ന് ഉറക്കെ പറയും കൂട്ടരെ. അതിന് പിശു കാണിക്കൽ നിങ്ങൾ. ഗഡുവായിട്ട് തന്നാൽ മതി, ഒന്നിച്ചു കൊടുക്കണ്ട. 1 ലക്ഷം ഒന്നിച്ച് നിങ്ങൾ ചെക്ക് എഴുതി കൊടുക്കുന്നു വേണ്ട, ഗഡുക്കളായി. കാരണം നിർമ്മാണം ആരും ഈ പൈസ. പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയി 1 മിനിറ്റ്. മുഹമ്മദ് ഷമീം എം, അദ്ദേഹം 50 KD ആണ് കൊടുത്തിരിക്കുക. ആയിക്കോട്ടെ, എന്നാലും അവനെ കഴിവിനനുസരിച്ച് അത് കരുതി എല്ലാവരും 50 KD ആക്കണ്ട കേട്ടോ. കാരണം ഓരോരുത്തരെ അതാണ് ഇന്നലെ അതായ അല്ല മുഖ്താരി മുഹ്ദീഹ, അത് കൊടുക്കുന്നവന്റെ ഖദറനുസരിച്ച് അള്ളാഹ് കാര്യങ്ങളെ ഖദർ അത് മറച്ചു വെക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യം, ഇത് നിങ്ങൾ എത്ര കൊടുത്താലും ശരി, പ്യൂറായിട്ട് 100% പ്യൂറായിട്ട് ഈ പൈസ വാഫി ക്യാമ്പസിലെത്തും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു നയാ പൈസ ഞങ്ങൾ, ഇത് കമ്മീഷൻ പിരിവല്ല. ഒരു പൈസ ഞാനോ ഹക്കീം പൈസയോ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം പൈസയോ എടുക്കൂല. ഈ യോഗത്തിന്റെ ചെലവിനാണ് ബക്കറ്റ് ആദ്യം കാണിച്ചത്. ഞങ്ങളുടെ ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അനുബന്ധമായി പോകും, അതൊന്നും ഇന്ന് പോകുന്നില്ല. ഇതാ ഒരു സഹോദരൻ 100 KD അൽഹംദുലില്ലാ അബ്ദുൽ ബഷീർ, അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊടുക്കുന്നത് പരലോകത്ത്. നിങ്ങൾ ഇപ്പൊ ശരിക്കും പരലോകത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന നിഅമത്ത് നിലനിർത്തുന്നതാണ് പടച്ചറപ്പ് പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യനും അല്ലാഹു കൊടുക്കുന്ന നിഅമത്ത്. സൂറത്തുൽ അൻആമിലെ ഒരു ആയത്തുണ്ട്, ശ്രദ്ധിക്കണം നിങ്ങൾ. നമുക്ക് അല്ലാഹു നിഅമത്തുകൾ തരും, പറഞ്ഞാൽ തലേ കേശൂല. സൂറത്തുൽ അൻആമിലെ ആയത്തുകൾ സൂക്ഷിക്കണം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഔതു അഖദ്നാഹും ബഅതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഞാൻ അവനെ ഓർമ്മിപ്പിച്ചതൊക്കെ അവൻ മറന്നു. ഒരു നല്ല കാര്യവും ചെയ്യൂല. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇതിന്റെ ആയത്തിന്റെ തഫ്സീറിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനൊന്നും ചെയ്യൂല. അവനിങ്ങനെ പോയിട്ട് ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവൻ അല്ലാഹ് എന്താ ചെയ്തു കൊടുക്കുക? പൈസ കൊടുക്കൂല, സംഭാവന കൊടുക്കൂല, നിസ്കരിക്കൂല, നോമ്പ്. ഓൻ എന്താ പഠിച്ചോ ചെയ്യാ? പൂട്ടുകയല്ല. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ വാതിലും ഓന്റെ മുമ്പിൽ പഠിച്ചോൻ തുറന്നു കൊടുക്കും. ഓന്റെ ബിസിനസ് പുരോഗമിക്കും. പേര് വരാൻ തയ്യാറാത്ത ഒരാൾ ഒരു സ്വർണ്ണമോതിരം, അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഇത് അഴിച്ചു കൊടുത്ത ആ സഹോദരിക്ക് പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ നീ നല്ല ആഭരണങ്ങൾ അണിയാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ.
അതും ആയി. സ്വർണവുമായി നോക്ക് നിങ്ങൾ. ഇതാ 100 ഗേഡി ഹസൻ, അൽഹംദുലില്ലാ 100 ഗേഡി ഹസൻ. അതുപോലെ തന്നെ ഫൈസൽ ഫർവാനിയ 50,000 ഇന്ത്യൻ രൂപയായിരിക്കും മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാ അല്ലേ. ഇതാ വരുന്നു എ അബൂബക്കറോ എന്ന പേര് മനസ്സിലാവുന്നില്ല, 10,000 ഇന്ത്യൻ രൂപ. ഇബ്രാഹിം കുട്ടി 5,000 ഇന്ത്യൻ രൂപ. ഇത് അഷ്റഫ് വയനാട് 25 കേടി. റഫീഖ് കെ 10 കേടി. അള്ളാഹു അവർക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. അനസ് അബ്ദു 25,000 ഇന്ത്യൻ രൂപ. KC അബ്ദുറഹ്മാൻ 10 കേടി. അൽഹംദുലില്ലാ. അങ്ങനെയല്ലേ പെരുവള്ളമാകൽ. എല്ലാവരും സഹകരിച്ച്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ നല്ല മാർഗം പറയുമ്പോൾ തീരെ ആ വഴിക്ക് ചിന്തിക്കാത്ത ആൾക്ക് ഒരു കുറവും വരില്ല. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എല്ലാ വാതിലും തുറന്നു കൊടുക്കുള്ളൂ പഠിച്ചോ. അതാണ് പരീക്ഷ. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവന് നൽകപ്പെട്ടതിൽ സന്തോഷം കൊണ്ടാണ് മറികടക്കും, മതിമറക്കുന്ന അർത്ഥം. അപ്പോഴാണ് പടച്ചറബ് അഹദനാഹും ബഹ്തതൻ, പെട്ടെന്നൊരു പിടിയിരിക്കും, പെട്ടെന്നൊരു രോഗം, അല്ലെങ്കിൽ പെട്ടെന്നൊരു മരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തകർച്ച, ഒരു ഇടിവ് പെട്ടെന്ന് വരും. കാരണം എന്താ, ഒരു നന്മയും ചെയ്യില്ലല്ലോ. ഓനങ്ങനെ പറക്കണ കാണുമ്പോൾ പൊങ്ങാൻ തോന്നും. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതരത്തിനെ വ്യാഖ്യാനിച്ചു, ഇദാ റഅയ്ത അല്ലാഹ സുബ്ഹാനഹു വ തആല യുഅതിൽ അബ്ദ്, ഒരു അടിമക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കണ നിങ്ങൾ കാണണം. അല്ലോ ഓന്റെ കാറ്, ഓന്റെ വീട്, ഓന്റെ ബിസിനസ് പുരോഗതിയാ. ഓ മുഖീമുൻ അലാ മഅസിഹി, തമ്മാടിത്തം തന്നെ ചെയ്യുള്ളൂ, തമ്മാടിത്തം തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നമാഹു ഇസ്തിദ്റാജ്, അത് പടച്ചോന്റെ ചൂണ്ടല, അത് ചൂണ്ടല. ഒരൊറ്റ വലി ഉണ്ടാവും. ഫൈദാഹും മുബ്ലിസും എന്ന് പറഞ്ഞ മാതിരി തൗബ ചെയ്യാൻ പോലും നേരം കിട്ടൂല, കിടന്ന് പിടക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതാ 100 കേടി അബ്ദുൽ സമദ്. അബ്ദുൽ സത്താർ 100 കേടി. പേരില്ല, നമ്പർ മാത്രമേ ഉള്ളൂ 50 കേടി. പേരില്ലാത്ത ആൾക്കാർ നമ്പർ എഴുതിയാൽ മതി, അവരെ പേര് പറയില്ലല്ലോ. ഓ ഇത് പൈസ വരണ്ടല്ലേ, പൈസ വരണ്ട. ഹക്കീം അരിയിൽ, മൊയ്തീൻ ബായ, ഇവർ പൈസ വരണ്ടാണ്. പൈസ മോശം എന്നല്ല ഇതിൽ എഴുതിയിട്ടുള്ളത്, മോശമായതുകൊണ്ടല്ല പറയാത്തത്, അങ്ങനെ മനസ്സിലാക്കണ്ട. പിന്നെ ഷംസുൽ ഹമീദ് എം, അതും പൈസ വരണ്ടെന്ന് പറഞ്ഞിട്ട്. സവാദ് ബി, അതും പൈസ വരണ്ടാറുണ്ട്. സംഖ്യ നല്ല സംഖ്യ ഉണ്ട്. വേഗം നോക്ക് ആൾക്കാര്. അബ്ദുള്ള 250 കേടി. ഇത് അബ്ദുള്ള 501. എന്താ 501 കേടിയ? 501 എത്ര എനിക്ക് മനസ്സിലായില്ലേ. പിന്നെ അബ്ദുൽ അലി 20 കേടി. അബ്ദുൽ റഷീദ് 50 കേടി. അബ്ദുൽ ഹമീദ് 10 കേടി. ബഷീർ 20 കേടി. പിന്നെ ഒരാള് നമ്പർ മാത്രമേ, ഫർവാനിയിൽപ്പെട്ട ആളാണ്, 50 കേടി. മുഹമ്മദ് സാദിഖ് 10 കേടി. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കം തറക്കൂ മിൻ ജന്നാത്തി വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറത്നാഹാ ഖൗമൻ ആഖരീൻ. ഞാൻ ന്യായത്തോതി വഴുത് പറയണോ? വഴുതും പിരിയും കൂടി ഒപ്പം നടക്കൂല. നമുക്ക് പിരിയണല്ലോ, പിരിയലും പിരിക്കലും കൂടി ഒപ്പം നടക്കൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ആയത്തൊക്കെ ഓതി വെച്ചുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിലാകാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലൊരു ദുആ നമുക്ക് നടണം. ഇത്രയും ആൾക്കാരുടെ ഈ കൊടുത്ത ആൾക്കാരെ മുമ്പിൽ വെച്ച് ദ്വാരന്നാൽ എന്തായാലും പടച്ചറപ്പ് സ്വീകരിക്കും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വേഗം വേണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നും പറയുന്നില്ല, ഞങ്ങളെ സമയത്തിന്റെ വില മനസ്സിലാക്കുന്നു. കാരണം പറയാൻ ഒരുപാടുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിന്റെ. അനസ് പി 15 കേടി. മുസ്തഫ വി 10,000. അബ്ദുള്ള 25 കേടി. ഇനി ഞാൻ പറഞ്ഞ 3 കാര്യം ത്രിതല പിരിവാണ് നമ്മൾ നടത്തുന്നത്. ത്രിതല പിരിവ്. സക്കരിയ 50,000. ഹമീദ് അലി 50,000 റുപ്പീസ്. ബിസ്മില്ല. ഇതാ ജുനൈദ് പയ്യന്നൂർ 5,000 ഇന്ത്യൻ രൂപ. പേര് പറയണ്ടാത്തത് ഹസൻ 10 കേടി. പറഞ്ഞോളൂ, അബദ്ധം പറ്റിയതാണേ. ഏത് ഹസൻ എന്ന് കരുതിയാൽ മതി. പിന്നെ ആ തെർത്തീപിൽ ഇങ്ങനെ വന്നു പോയതാ. പിന്നെ ഒരാള് 10 കേടി 30 കേടി. പിന്നെ ഇനിയിപ്പോ ഇതില് 10 കേടി 30 കേടി 50 കേടി ഒക്കെ ഉണ്ട്. പേരിൽ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബിസ്മില്ലാ, കണക്കവിടെ കിട്ടിയാ പോരെ. പിന്നെ അടുത്തത് ഫൈസൽ പി 1500 ഇന്ത്യൻ രൂപ. 15,000 ഒറ്റ 10 ഇന്ത്യൻ രൂപ. മുഹമ്മദ് അലി 50 കേടി. റഷീദ് 10 കേടി. ഒരാൾ 50,000 വായിക്കണ്ടാന്ന്. ഉമർ UK 50 കേടി. ഒരാൾ 20 കേടി. ഒരാൾ 50,000 ഇന്ത്യൻ രൂപ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും ഓൺലൈനിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്തു? 5,000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ദൂരം ഇത് കണ്ടിട്ട് ഖൈറിലേക്ക് അദ്ദേഹം ഓടി വരികയാണ്. അപ്പൊ സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് അയാൾക്ക് അല്ലാഹുവേ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. മുബശ്ശിർ 25,000. നേരിട്ട് കണ്ടിട്ട് കൊടുക്കാത്ത ആൾക്കാരെ, ദൂരം കൊടുക്കുന്ന ആൾക്കാരെ കണ്ട് അന്തം വിട്ടോളികൾ. പിന്നെ അസീസ് പേരാമ്പ്ര 25 കേടി. 25 കേടി മറ്റൊരാള്. 20 കേടി വേറൊരാള്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.
ഒരു സ്ത്രീ മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു മോതിരം, ഇതൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം, ബാധ്യതയും കൂടിയാണ്. കാരണം ശ്രദ്ധിക്കുക, മക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാനിത് വെക്കുന്നതിന്റെ ആ കേട്ടോ, പിന്നെ കേടി എഴുതിയതല്ല, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ആ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത നമ്മുടെ പീനൽ കോഡിന്റെ ഭാഗമാണ്. ഈ സ്വർണ്ണാമോതിരം ഒരു സ്ത്രീ ഒരു കുഞ്ഞ് ജനിച്ചു കാണാൻ, അള്ളാഹുവേ സ്വാലിഹായ സന്താനത്തെ ആ ദമ്പതികൾക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ആ കുട്ടിയെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നീ തണലേകണേ തമ്പുരാനെ. ദീനിനു വേണ്ടി കൊടുത്തതാണ്, അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ല ദീനി വിദ്യാഭ്യാസവും നീ നൽകണേ തമ്പുരാനെ. വേഗം തുറക്കണം, നമുക്ക് ഫാത്തിഹ തുറക്കണം. അതുപോലെ ഒരാള് 100 കേടി, ഒരു 100 കേടി, ഒരു നൌഷാദ് 10 കേടി, അഷ്റഫ് 50 കേടി, അതുപോലെ തന്നെ ഗഫൂർ 10 കേടി, പിന്നെ ഉമ്മർ PP 25 കേടി, 5 കേടി. എല്ലാവരും ഒരു പങ്കുണ്ടായിക്കോട്ടെ. ഹനീഫ P 20 കേടി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ നിലവാരത്തിനനുസരിച്ച് ആയിക്കോട്ടെ കേട്ടോ. പേരെഴുതാത്ത ഒരാൾ 25 കേടി, മറ്റൊരാൾ 25 കേടി. അസീസ് പേരാമ്പ്ര. ഓൺലൈനിൽ പൈസ വരുന്നുണ്ടോ? സുഹൈൽ 25 കേടി. 5000 ഇന്ത്യൻ രൂപ 10 കേടി ഒരാൾ. ഇതൊക്കെ നമ്പർ എഴുതും. പിന്നെ ഇതാ നൌഷാദ് P 10 കേടി, 20 കേടി ഒരാൾ. ഇനിയും തരാന്ന് പറഞ്ഞ ഒരാൾ 100 കേടി. അള്ളാഹു ഇനിയും കൊടുക്കാൻ അയാൾക്ക് നീ ഖൈർ നൽകണേ, ബർക്കത്ത് നൽകണേ തമ്പുരാനെ. നിങ്ങൾ ഈ ആമീൻ പറയാൻ പഠിക്കുന്നതാണ് എനിക്ക് തീരെ പറ്റാത്തത്. നല്ലോണം ആമീൻ പറഞ്ഞു. അതിൽ വലിയ കാര്യമുണ്ട്. ആ ദാഇ വൽ മുഅമ്മിനു ശരീക്കാനി എന്ന ഹദീത്ത്. രണ്ടാളും ഞാനും നിങ്ങളും തുല്യാണ്. 10 കേടി ഒരാൾ നാസർ, നൌഷാദ് 10 കേടി, പിന്നെ ഇതാ 5 കേടി മറ്റൊരാള്, പിന്നെ ഷറഫുദ്ദീൻ 25,000 രൂപ, 10 കേടി ഒരാള്, സെയ്ദലവി ഒരു 5000 ഇന്ത്യൻ രൂപ, ഇബ്രാഹിം ചാപ്പ 20 കേടി, 100 കേടി ഒരാള്, 25,000 രൂപ ഒരാള്. ഇനി എവിടെ ഒരു 50 കേടി നാട്ടിലൊരാള് വാഗ്ദാനം ചെയ്തു ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് അഷ്റഫ് 10 കേടി, പിന്നെ 10 കേടി മറ്റൊരാള്, 75 കേടി വേറൊരാള്, 10 കേടി വേറൊരാള് ഇൻഷാ അല്ലാഹ്. ഇത് ഇസ്മായിലാണ് 10 കേടി. എല്ലാവരും വകയുണ്ടല്ലോ. പിന്നെ മനാഫ് 10 കേടി. സ്ത്രീകളെ പേരൊന്നും വന്നിട്ടില്ലല്ലോ. എന്താ 50 കേടി വേറൊരാള്, 10 കേടി വേറൊരാള്. നാട്ടിലൊക്കെ വയതാണ്ട പെണ്ണുങ്ങളെല്ലാം കൊടുക്കുക. ഇവിടെ പൈസ എഴുതിയില്ല ഒരാള് കൊടുക്കാൻ തീരുമാനിച്ചു, വേറെ വെച്ചേക്കിട്ട്. ഇതിൽ പൈസ എഴുതിയില്ല, വേറെ വെച്ചേക്ക്. പൈസ എഴുതിയിട്ടില്ല, എഴുതുവാണ്. 25 കേടി ഒരാള്, അതാരാണ്? CH അഷ്റഫ് 10 കേടി, മുസ്തഫ 250 കേടി ഒരാള്, ആഷിഖ് ഒരാള്, മൻസൂർ ഫൈസി. പണ്ഡിതന്മാരൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടോ? അവർക്ക് മനസ്സ് തട്ടിട്ടാ. 10 കേടി നമ്പറേ ഉള്ളൂ. പിന്നെ മുഹമ്മദ് ഷിഹാബുദ്ദീൻ 10 കേടി, വേറൊരാള് 10 കേടി. അൽഹംദുലില്ലാ, വന്നുകൊണ്ടിരിക്കുന്നു. വേഗം വരിക. ഇത് 101 കേടി. ഇതോ 500 കേടി ഒരാൾ. ഇതിന് അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്പർ മാത്രമേ ഇതിൽ 500 കേടി ഒരാൾ. ഇതാ 500 കേടി കുവൈത്ത് ദിനാർ, 500 കുവൈത്ത് ദിനാർ. പിന്നെ ഇതാ 10 കേടി ഒരാള്. വേഗം വരൂ. അഫ്സൽ ഫോമില്ല, ഫോമില്ല. അഷ്റഫ് PT 50 കേടി. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഫോം കഴിഞ്ഞു. മുഹമ്മദ് T 10 കേടി. നിങ്ങൾ പിരിയില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഫോം കഴിഞ്ഞു. ആയിക്കോട്ടെ ഫോം വാങ്ങിക്കോളൂ. ചെറിയ പൈസ ഇതിനുള്ളിൽ ഫോം വാങ്ങിയാൽ തീർക്കണം. ഫോമിന് അത്ര വലിയ വിലയൊന്നുമില്ല. അത് നമുക്ക് ഉണ്ടാക്കാം. ഡൗൺ ഇത് പിന്നെ ടൈപ്പ് ചെയ്യേണ്ട കേസേ ഉള്ളൂ. 25 കേടി ഫോട്ടോസാർക്കിന്റെ കേസേ ഉള്ളൂ. 10 കേടി. ഒന്ന് ഷറഫുദ്ദീന്, ഒന്ന് നൂറുദ്ദീന്, ഒന്ന് ആഷിഖ്, ഒക്കെ 10 കേടി. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാ. ഒരു 3 സ്വലാത്തിലേക്ക് സ്വല്ലല്ലാഹു വരവിച്ചിരിക്കും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ബഷീർ 10 കേടി തൊഴിട്ടോ. അഷ്റഫ് 5000 ഇന്ത്യൻ രൂപ. ഇബ്രാഹിം കുട്ടി 10 കേടി. അബ്ദുൾ റസാഖ് 25 കേടി. നിങ്ങൾ തൊളി. പിന്നെ 5000 രൂപ ഫൈസല്. ആസിഫ് മച്ചിഞ്ചേരി 20 കേടി. ജാബർ 20 കേടി. ഇതിപ്പോ വായിച്ചപ്പോ ദുആ ചെയ്യും. 25 കേടി നമ്പർ മാത്രമേ ഉള്ളൂ. 25 കേടി അബ്ദുറഹിമാൻ. സുനീർ P 5 കേടി. പിന്നെ മുഹമ്മദ് പേപ്പർ ഒരു ദിശയിൽ വെച്ചത് 25 കേടി. പിന്നെ ആഗ്രഹം സഫലമാകാൻ ഒരാള് സുനീർ ബാബു 10 കേടി. സിദ്ദീഖ് 10 കേടി. പിന്നെ 10 കേടി വേറൊരാളെ പേരെഴുതിയിട്ടില്ല. 25 കേടി അബ്ദുള്ള PP 10 കേടി. ഷഫീഖ് KK 10 കേടി. ഒരു നമ്പർ 20 കേടി 10 കേടി. മുഹമ്മദ് അഷ്റഫ് 5000 ഇന്ത്യൻ രൂപ. പിന്നെ ഫിറോസ് 25 കേടി. പിന്നെ മുഹമ്മദ് അന്തോന്ന് 25 കേടി. വേറൊരാൾ 25 കേടി. പേര് പറയേണ്ടാത്ത ആൾ 25000 ഇന്ത്യൻ രൂപ. വേറൊരാള് 10 കേടി. വേറൊരാള് 5 കേടി. ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും ഒന്ന് സീറ്റിൽ ഇരുന്ന് നമ്മൾ ദുആ ചെയ്യാൻ പോകണം. അവസാനമായി കിട്ടാളൊക്കെ കിട്ടട്ടെ. ഒരു ദുആ നടത്താൻ ഞാൻ നിങ്ങളുടെ ബാധ്യത തീരൂല. എല്ലാവരും ഒരു മരിച്ചുപോയ വാപ്പാർക്ക്, ബന്ധപ്പെട്ടവർക്ക്, ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതുവരെ പൈസ കൊടുത്ത ആളുകൾക്ക്, ബഹുമാനപ്പെട്ട ഇതിന്റെ ഈ വളാഞ്ചേരി മർക്കസിന്റെ ഫൗണ്ടർ ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത്, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ.
അവർക്കൊക്കെ വേണ്ടി. അബ്ദുമനാഫ് 10 കേടി, പിന്നെ ഉമ്മർ ഹാജി 10 കേടി, പിന്നെ ഷംസുദ്ദീൻ 10, വേറൊരാള് 1000 രൂപ, ഇന്ത്യൻ രൂപ, എല്ലാവരും അവനവന്റെ കഴിവിനനുസരിച്ച്. പിന്നെ ഹൈദർ 10 കേടി. കഴിഞ്ഞോ? ഇനി എല്ലാവരും മനസ്സിൽ വെച്ചോളൂ, ഇബ്രാഹിം ഫൈസി ഇവിടെ ഉണ്ടാവും. ഇനിയാണ് ഞാൻ പറഞ്ഞ ത്രിതല പിരിവ്. എന്താ ത്രിതല പിരിവ് എന്ന് പറഞ്ഞാൽ? ഒന്ന് ഇത് തന്നെ, 2 പടച്ചോനോട് പറയാം, പടച്ചോന് വഴി കാണിച്ചില്ല, അതാണ് ദ്വാരക്ക്, അതൊരു പിരിവ്. നിങ്ങൾ നല്ലോണം ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുക. മൂന്നാമത്തേത്, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ വലയത്തിൽ സമ്പത്തുള്ള ആൾക്കാരുണ്ടാവും, ഇതിന്റെ നന്മ തബ്ലീഗ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ പൈസ ഇതിന് വാങ്ങി കൊടുക്കുക. എന്നാ കൊടുത്തോനും കൂലി ഉണ്ടാവും, നിങ്ങൾക്കും കൂലി ഉണ്ടാവും. നല്ലൊരു കച്ചവടം. അപ്പൊ ഈ 3 ത്രിതല പിരിവാണ് ശരിക്കും ഇതിന് വേണ്ടത്. ഒന്ന്, നിങ്ങൾ ദ്വാരക്ക പടച്ചറപ്പ് തട്ടെ. നമ്മളൊന്നും കൊടുത്താൽ മതിയാവില്ല, അള്ളാന്റെ ഒരു നോട്ടല്ലേ ആകില്ല. നമ്മളൊക്കെ ഞങ്ങളൊക്കെ ശരിക്ക് ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് ഇതിന് ഇവരൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ ആത്മാർത്ഥത, ഇഖ്ലാസ് അള്ളാഹു പ്രദാനം സ്വീകരിക്കുമാറാവട്ടെ. ഇഖ്ലാസ് അതാ അൽ ഇഖ്ലാസു സിർറും ബൈനല്ലാഹി വ ബൈനൽ അബ്ദി എന്ന പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചത്. അത് അതിന് അടിമയും തമ്മിലൊരു സിറാണ്. അത് മനസ്സിലുണ്ട്, അത് അറിയില്ല. ലാ യക്തുബുഹു മലക്കുൻ, മലക്ക് ലാ യഅലമുഹു മലക്കും ഫയക്തുബുഹു, മലക്ക് പോലും അറിയില്ല എഴുതാൻ. അത്ര വലിയ ആത്മാർത്ഥമുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു സേവനത്തിനാണ് നമ്മൾ കൂടിയുള്ളത്. ഇഖ്ലാസാണ് ഏറ്റവും വലിയ വര. ഇഖ്ലാസാണ് നാളെ തുലാസിൽ വല്ലാതെ തൂങ്ങുക. ആ ഇഖ്ലാസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇഖ്ലാസിൽ കെട്ടിപ്പടുക്കുമ്പോൾ ഉസ്സല തഖ്വയാവുക. അങ്ങനെ വളർത്താൻ ആ ദൂരെ നിൽക്കുന്ന ആൾക്കാർക്കൊന്ന് സീറ്റിലിരുന്ന് എല്ലാവരും സീറ്റിലിരിക്കുക. ഇങ്ങനെ നിന്നിട്ട് പോകാൻ വേണ്ടി മുട്ടി ദ്വാരക്കണ്ട, എന്നാ വേണം പോയിക്കോളി. അങ്ങനെ ദ്വാരക്കൊന്നും ഉത്തരം കിട്ടൂല പഠിച്ചറപ്പിന്റെ അടുത്ത്. ഞാൻ തന്നെ വരും. ഏതായാലും എല്ലാവരും നല്ല നിലക്ക് ഒരു ഫാത്തിഹ ഇരുന്നിട്ട് ഓതണേ. ഒന്ന് ഇരുന്നിട്ട്, നിങ്ങൾ നിൽക്കുമെന്ന് വേണമെങ്കിൽ ഇരുന്നിട്ട് ഓതിയാൽ. നമ്മുടെ മഹാന്മാരുടെ പേരിൽ നമ്മൾ സ്ഥാപിക്കുന്ന മഹിതമായ ഒരു സ്ഥാപനം, പ്രത്യേകിച്ച് KK ഉസ്താദൊക്കെയാണ് ഇതിന്റെ ഫൗണ്ടർ ആദ്യ കാലഘട്ടത്തിൽ. അതിനൊക്കെ വടികുത്തി അദ്ദേഹം വിദേശത്ത് നിന്ന് പിരിച്ച രംഗങ്ങളൊക്കെ എനിക്കിപ്പോഴും തച്ചർക്കൽ ഇബ്രാഹിം ഹാജിയുടെ റൂമിൽ വെച്ച് ബഹുമാനപ്പെട്ട അബുദാബിയിൽ നിന്ന് കണ്ടതൊക്കെ വല്ലാതെ സംഭവങ്ങളൊക്കെ ഒരിക്കൽ ഞങ്ങളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹു അവർക്ക് മൗഫറത്ത് കൊടുക്കുമാറാവട്ടെ. തന്നെ നേരത്തെ കുറച്ച് ആളുകൾക്ക് ആശംസ ബാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദ്വാരക്കാന്നാണ് സംഘാടകർ പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. അല്ല, നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് പറയാണോ അതോ അല്ല? ഓക്കെ, ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അതൊരു മാന്യമായ സമീപനമാണ്. ഞാൻ വിചാരിച്ചു നീ നേരത്തെ വിളിക്കാത്തോണ്ട് ദേഷ്യപ്പെട്ട് പറയണോ? നല്ലല്ലോ, അങ്ങനെ പറയില്ല. അങ്ങനത്തെ ആൾക്കാരൊന്നല്ല, മാന്യന്മാരില്ല. ഞാൻ തമാശ പറഞ്ഞാട്ടോ, നിങ്ങൾ ഉൾക്കൊള്ളണേ. നിങ്ങൾ ഇതല്ലേ TKP അബ്ദുറഹ്മാൻ, ഇബ്രാഹിം കുന്നിൽ, 2 പേരാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അവരുടെ ആശംസ, അവരുടെ 2 പേരുടെയും ആശംസ ഇതിനു വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത് അർപ്പിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും ഇരുന്നിട്ട് സൈലന്റ് ആയിട്ട് സംഘാടകരൊക്കെ, കാരണം ഇത് പറയുമ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് ശബ്ദമുണ്ടായിരുന്നു. ഇവര് ദ്വാരക്കാൻ പറഞ്ഞതുകൊണ്ട് ദ്വാരക്കാന്നേ ഉള്ളൂ. ഞാനല്ല ഇനി യോഗ്യന്മാർ ഇവിടെ. പക്ഷെ അവർ ആമീൻ അദ്ദാഇ വൽ മുഅ്മിനു ശരീക്കായി, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഏൽപ്പിച്ച് പണി ഞാൻ എടുക്കുന്നുണ്ട്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا وبركة دعائنا بعد القبول منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العالية وابعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي
الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا وضن تحت ظل لوائه المعقود وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أصحابه البدريين واللهديين والخندقيين والهنينيين وبقية الصحابة والقرابة كلهم أجمعين اللهم انفعنا بهم في الدارين يا رب العالمين وإلى أرواح سائر الأولياء والعلماء والشهداء والصالحين اللهم أمدنا بمددهم وانصرنا بنصرهم واحفظنا بحفظهم واحمنا بحمايتهم يا أرحم الراحمين اللهم إنا نسألك بحقهم وبجاههم أن تبارك لنا في جميع أمورنا سيما في اجتماعنا هذا بركة تامة دائمة كما باركت على عبادك الصالحين واحفظنا واحفظ أهالينا واحفظ من حضرها هنا من جميع الآفات والمصيبات والأعداء والأمراض نسألك اللهم من كل هم فرجا ومن كل ضيق مخرجا ومن كل فاحشة سترا ومن كل بلية عافية اللهم عافنا من كل بلاء الدنيا مصيباتها فتنها وعذاب الآخرة اللهم بارك لنا في جميع أمورنا بركة تامة دائمة كما باركت على عبادك الصالحين اللهم وجهنا إلى الخير ووجه الخير إلينا بمهد فضلك يا رب العالمين وأوصل ثواب قراءتنا إلى حضرة من ماتوا من أقربائنا خاصة من آبائنا وأمهاتنا وأزواجنا وذرياتنا وسائر أقاربنا الموتى يا رب العالمين اللهم نور قبرهم بنور القرآن اللهم شرف قبرهم بشرف القرآن اللهم وسع قبرهم مد البصر ببركة القرآن اللهم آت كتابهم بأيمانهم وحاسبهم حسابا يسيرا اللهم أضلنا وأضلهم تحت ظل عرشك يوم لا ظل إلا ظلك واسقنا واسقهم من كأس حبيبك محمد صلى الله عليه وسلم شربة هنيئة لا نظمأ بعدها أبدا അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഖൈറായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ പടച്ചവനെ പ്രവാസ ലോകത്ത് വന്നുകൊണ്ട് ഈ നല്ല കാര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത ആളുകൾക്ക് കച്ചവടമോ കൃഷിയോ ജോലിയോ എന്താണെങ്കിലും അതിൽ ബറക്കത്ത് നൽകണേ അല്ലാ ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് നല്ല ഒരു ദീനീ സ്ഥാപനത്തിന്റെ കെട്ടിപ്പടുക്കലിൽ പങ്കാളികളാകാനാണ് അല്ലാഹുവേ ആ സ്ഥാപനത്തെ നീ എത്രയും പെട്ടെന്ന് ഉയർത്തി തരണേ അല്ലാ അതിനുവേണ്ടി ഇക്കാലം അത്രയും അധ്വാനിച്ചവരും പണം കൊടുത്തവരും ബുദ്ധി ചെലവഴിച്ചവരുമായ മുഴുവൻ ആളുകൾക്കും നിന്റെ ദീനീ ദഅവത്തിന്റെ പ്രതിഫലം നീ രേഖപ്പെടുത്തണേ തമ്പുരാനെ പടച്ചവനെ അതിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ എത്രയും പെട്ടെന്ന് നീ തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്തവർക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ അത് പൂർത്തീകരിക്കാനും നടത്താനുമുള്ള കഴിവും തൗഫീഖും നീ നൽകണേ തമ്പുരാനെ അർഹമുറാഹിമായ റബ്ബേ ജോലി സംബന്ധമായ പ്രതിസന്ധി നേരിടുന്ന പലരും ഈ സദസ്സിലുണ്ടാകും അവരാരാണെന്നും വിഷമം എന്താണെന്നും നിനക്കറിയാം അല്ലാഹുവേ അവരെ നീ കാക്കണേ അല്ലാ ജീവിതകാലത്ത് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടി യാചിക്കേണ്ട ഗതി നീ വരുത്തല്ല തമ്പുരാനെ പടച്ചവനെ ഞങ്ങളെ മനസ്സിലുള്ള നല്ല ഉറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ മക്കളെ കെട്ടിക്കുവാനും വീട് വെക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന പലരും ഈ മജ്ലിസിലുണ്ട് നിന്റെ ഖജനാവ് വിശാലമല്ല റബ്ബേ നീ അത് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള രോഗികളുണ്ട് എന്റെ ഉമ്മ രോഗിയാണ് നിങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ രോഗികളാണ് ഈ കൂട്ടത്തിലും പലതരം രോഗമുള്ളവരുണ്ട് റബ്ബേ നീ തന്ന രോഗം നീ തന്നെ ശിഫാഇനെ കാണിച്ച് സമാധാനിപ്പിക്കണേ അല്ലാ ക്യാൻസർ പോലെ കിഡ്നി രോഗം പോലെ ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും നശിപ്പിക്കുന്ന രോഗം തരല്ല തമ്പുരാനെ പടച്ചവനെ ശരീരം കീറി മുറിക്കപ്പെടും വിധമുള്ള രോഗം തരല്ല അല്ലാ മരണാനന്തരം ശരീരം വെട്ടിപ്പൊളിക്കേണ്ട ഗതിയിലുള്ള മരണം ഞങ്ങൾക്ക് വിധിക്കല്ലേ തമ്പുരാനെ ദീർഘനാൾ രോഗിയായി കിടന്ന ബന്ധുക്കൾ കറുപ്പായി വെറുപ്പായി ഇതൊന്ന് മരിച്ചു കിട്ടണമെന്ന് അവർ രഹസ്യമായി നിന്നോട് തേടും വിധമുള്ള ഒരു കിടത്തം മറ്റുള്ളവർക്ക് ഭാരമാക്കി ഞങ്ങളെ കിടത്തി നരകിപ്പിക്കല്ലേ തമ്പുരാനെ ചെറുപ്പത്തിൽ അപകടം പറ്റിയോ പ്രായമേറെയായോ അങ്ങനെ ഒരു വിധി ഈ പാവങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ഈ നല്ല ദീനീ ദഅവാ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അത് ദൂരെയാക്കി ഞങ്ങൾക്ക് നീ ഖൈർ തരണേ അല്ലാ പടച്ചവനെ ഒരുപാട് തിരക്കുണ്ടായിട്ടും ഈ വേദിയിൽ വന്നിരുന്നു കൊണ്ട് ഇതിനെ ആശംസിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും മുന്നോട്ട് വന്ന സംഘടനയുടെ നേതാക്കൾ പ്രവർത്തകർ സയ്യിദന്മാർ അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകണേ അല്ലാ ഞങ്ങളെ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ തമ്പുരാനെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ
ഖബറുകളെ വിശാലമാക്കുക അല്ലാ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ച് കൊടുക്കണേ തമ്പുരാനെ. അവരിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഭാര്യമാർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഇതിലേക്ക് സംഭാവനയായി സ്വർണം കൊടുത്തയച്ച സഹോദരിമാർക്ക് സ്വർഗീയ പുടവകളും ആഭരണങ്ങളും നീ അണിയിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതിൽ കുഞ്ഞുണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരിയുണ്ട്, അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ തമ്പുരാനെ. മക്കൾ കാരണം ദുരിതമോ ദുരന്തമോ അനുഭവിപ്പിക്കല്ല റബ്ബേ. പല തീവ്ര പ്രസ്ഥാനത്തിലേക്കും മക്കൾ പോയി എന്ന് കേൾക്കുന്ന അപകടമാണ് പലപ്പോഴും ഉള്ളത്. ഞങ്ങളെ മക്കളെ സിറാത്ത് മുസ്തഖീമിൽ നീ വടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾക്ക് നീ കരുത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരിൽ മരണപ്പെട്ടവർക്ക് നീ പരലോകത്ത് ഉന്നത പദവി നൽകണേ അല്ലാ. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ പ്രതിസന്ധി ഘട്ടത്തിൽ നയിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് കരുത്ത് കൊടുക്കണേ അല്ലാ. മുസ്ലിം സംഘശക്തിയെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ പല നിയമങ്ങളും കൊണ്ടുവരുന്ന ലാലിമീങ്ങളെ നിയമപരമായി ചെറുക്കാൻ ദീനിയായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, സംഘശക്തി കൊണ്ട് ജനാധിപത്യ മാർഗത്തിൽ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ കഴിവും കരുത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലാ അഅദാഇനാ വഅലാ അഅദാഇക വഅഅദാഇദ്ദീൻ. അല്ലാഹുമ്മ അംദുദ് ലനാ ഫീ അഅമാലിനാ വവസ്സിഅ ലനാ ഫീ അർസാഖിനാ വസഖിഖ് ലനാ അജ്സാമനാ വബല്ലിഗ് ലനാ آمالنا وآثرنا ولا تؤثر علينا وكلنا ولا تكن علينا واغفر لنا وارحمنا فإنك تمحو ما تشاء وتثبت وعندك أم الكتاب. اللهم ألهمنا مراشد أمورنا وأيد جماعتنا وألف بين قلوبنا وأصلحنا بما أصلحت به عبادك الصالحين. اللهم اجعلنا من الخادمين لدينك الإسلام واهدنا إلى صراطك المستقيم واجعل آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين. اللهم ارزق لكل واحد منا كسبا يليق لمعيشتنا وارزقنا أولادا صالحا ينفعنا في ديننا ودنيانا. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. يا رب صل